Hi all, welcome back to Eduooz Pharma Academy. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫാർമക്കോളജി ആണ് കേട്ടോ. അപ്പോൾ ആസ് എ ഫാർമസിസ്റ്റ് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. അതിൽ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായിരുന്നു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് നെർവസ് സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ആനിമൽ ബോഡി എടുക്കുവാണെങ്കിൽ ആ ആനിമൽ ബോഡിക്കുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം വഴിയാണ് അല്ലെ. അതായത് നമ്മുടെ ബ്രീത്തിങ് ആയിക്കോട്ടെ, റെസ്പിറേഷൻ ആയിക്കോട്ടെ, ഓർ അതർ നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നെർവസ് സിസ്റ്റം വഴിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്? So nervous system is a highly complex part of an animal that coordinates its action and sensory information by transmitting signals to and from different parts of its body. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ്സ് എ ഹൈലി കോംപ്ലെക്സ് സിസ്റ്റം അല്ലെ. ബോഡിയുടെ ഡിഫറെന്റ് പാർട്സ് എന്നുള്ള സിഗ്നൽസ് റിസീവ് ചെയ്ത് തിരിച്ചു കൊടുത്ത് നമ്മുടെ ബോഡിയിലുള്ള പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ അല്ലേ. ദെൻ നമ്മൾ കോമൺ ആയിട്ട് നെർവസ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. നമുക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലെ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ നമുക്ക് എന്തെന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാ? CNS. ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ നമ്മൾ PNS എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ. നെർവസ് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പൊ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ജസ്റ്റ് ഒന്ന് നോക്കാം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ? അത് സെൻട്രൽ ആണ് അല്ലെ. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് ഓൾസോ ദ സോഴ്സ് ഓഫ് തോട്ട്സ്. നമ്മുടെ തോട്ട്സ് കൺട്രോൾ ചെയ്യുന്നത്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നത്, മെമ്മറീസ് കൺട്രോൾ ചെയ്യുന്നത് മുതലായവ എല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം വഴിയാണ് അല്ലെ. നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം അതിനകത്ത് ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം ആണ്. Okay, so the peripheral nervous system consists of the somatic nervous system and autonomic nervous system. Peripheral nervous system നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. somatic nervous system and autonomic nervous system. അപ്പൊ സിമ്പിൾ അല്ലേ. നമ്മൾ എന്താണ് നെർവസ് സിസ്റ്റം എന്ന് മനസ്സിലാക്കി. 2 ടൈപ്സ് ഉണ്ട്, സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ് നമ്മുടെ എന്ത് വരുന്നത്? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വരുന്നത്. ജസ്റ്റ് നമുക്കൊരു ഫ്ലോ ചാർട്ട് കൂടി നോക്കാം. അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ ഡിവിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നെർവസ് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം ഓർ CNS ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം ഓർ PNS. എന്തൊക്കെയായിരുന്നു? CNS ഉം PNS. അപ്പൊ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആരൊക്കെയാ വരുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡും. CNSനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതൊക്കെയാന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഇവിടെ നോക്കേണ്ടത് PNS ആണ്. Okay, the peripheral nervous system is again divided into autonomic nervous system and somatic nervous system. എന്താ പറഞ്ഞത്? പെരിഫറൽ നെർവസ് സിസ്റ്റം ഇസ് ഡിവൈഡഡ് ഇൻ ടു ഓട്ടോണോമിക് ആൻഡ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓട്ടോണോമിക്കിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ സൊമാറ്റിക് നെർവസ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. സോ സൊമാറ്റിക് നെർവസ് സിസ്റ്റം കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ സെൻസ് ഓർഗൻസ് ആൻഡ് വോളണ്ടറി മസിൽസ്. അപ്പൊ സൊമാറ്റിക് നെർവസ് സിസ്റ്റം വഴിയാണ് നമ്മുടെ ബോഡിക്കുള്ളിലുള്ള സെൻസ് ഓർഗൻസ്, നമുക്കറിയാം 5 സെൻസ് ഓർഗൻസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. സെൻസ് ഓർഗൻസും വോളണ്ടറി മസിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ബോധപൂർവം കൺട്രോൾ ചെയ്യുന്ന മസിൽസും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നത് ആര് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഇസ് അഗൈൻ ഡിവൈഡഡ്. എങ്ങനെയാ? സെൻസറി നെർവസ് സിസ്റ്റം ആൻഡ് മോട്ടോർ നെർവസ് സിസ്റ്റം. സോ സൊമാറ്റിക് നെർവസ് സിസ്റ്റം ഇസ് അഗൈൻ ഡിവൈഡഡ് ഇൻ ടു സെൻസറി ആൻഡ് മോട്ടോർ നെർവസ് സിസ്റ്റം. നമുക്ക് പഠിക്കേണ്ടത് ഏതാ? ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്, വിച്ച് വിൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഇന്റേണൽ ഓർഗൻസ് ആൻഡ് ഗ്ലാൻസ്. ബോഡിക്കുള്ളിലുള്ള ഓർഗൻസും ഗ്ലാൻസും തമ്മിൽ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അല്ലെ. Then this ANS or autonomic nervous system is again divided into sympathetic and parasympathetic nervous system. അപ്പൊ സിമ്പത്താറ്റിക്കും പാരാസിമ്പത്താറ്റിക്കും നമ്മൾ പണ്ട് കുഞ്ഞു ക്ലാസ് മുതലേ കേൾക്കുന്നതാണ് അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു പാമ്പ് കൊത്താൻ വരുമ്പോഴെന്ന് പറഞ്ഞ് കുഞ്ഞാൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ബോഡിയിൽ ആക്ടിവേറ്റ് ആവുന്ന നെർവസ് സിസ്റ്റം ആണ് സിമ്പത്താറ്റിക് ഡിവിഷൻ ഓർ അറൗസിംഗ് എന്ന് പറയുന്നത്. അറൗസിംഗ് ഡിവിഷൻ ആണ്, അതൊരു അറൗസിംഗ് സിസ്റ്റം ആണ്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അന്നേരം ബോഡിയിൽ ആക്ടിവേറ്റ് ആവുന്ന നെർവസ് സിസ്റ്റം ആണ് സിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ഓർ അറൗസിംഗ് നെർവസ് സിസ്റ്റം എന്ന് നമുക്ക് വിളിക്കാം. ദെൻ നമ്മൾ കാം ആയിട്ടിരിക്കുന്ന സമയത്ത് ആ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞ് നോർമലി നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്
പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ഓർ ഇറ്റ്സ് എ കാമിംഗ് നെർവസ് സിസ്റ്റം നമുക്ക് വിളിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നെർവസ് സിസ്റ്റം ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തൊക്കെയാ വരുന്നത്? ബ്രെയിനും സ്പൈനൽ കോഡും. നമുക്ക് നോക്കേണ്ടത് PNS ആണ്. ഇപ്പൊ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആൻഡ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഇന്റേണൽ ഓർഗൻസും ഗ്ലാൻസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിനുള്ളിലാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള സിമ്പതാറ്റിക് ആൻഡ് പാരാസിമ്പതാറ്റിക് നെർവസ് സിസ്റ്റം വരുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ആക്ടിവേറ്റ് ആവുന്നത് ഓർ അറൗസിംഗ് ആയിട്ടുള്ള നെർവസ് സിസ്റ്റം ഏതാ? സിമ്പതാറ്റിക് നെർവസ് സിസ്റ്റം. ആൻഡ് കാമിംഗ് ആയിട്ടുള്ളത് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം. ക്ലിയർ അല്ലേ? ദെൻ ജസ്റ്റ് എന്തായിരുന്നു SNS വരുന്നത് ഏതൊക്കെയാ? സെൻസറി നെർവസ് സിസ്റ്റം ആൻഡ് മോട്ടോർ നെർവസ് സിസ്റ്റം. അപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഇനി നോക്കാം എന്താണ് സിമ്പത്താറ്റിക്കും പാരാസിമ്പത്താറ്റിക്കും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡ്രഗ്സ് ആണ് ഇതിനുള്ളിൽ ആക്ട് ചെയ്യുന്നത്, നമുക്ക് അതിൽ ക്ലിനിക്കലി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. So again, autonomic nervous system നെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് കേട്ടോ. So the autonomic nervous system regulate the involuntary physiological processes. Autonomic nervous system എന്താണ് മെയിൻലി റെഗുലേറ്റ് ചെയ്യുന്നത്? ഇൻവോളണ്ടറി ഫിസിയോളജിക്കൽ പ്രോസസ്സസ്. അപ്പൊ ഇൻവോളണ്ടറി വോളണ്ടറി തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് അല്ലെ. വോളണ്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ബോഡിയിൽ വരുന്ന ആക്ഷൻസ്, ലൈക്ക് നമ്മുടെ കൈകളുടെ മൂവ്മെന്റ്, കാലുകളുടെ മൂവ്മെന്റ് എല്ലാം വോളണ്ടറിലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. ബട്ട് ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ അറിയാണ്ട് തന്നെ ബോഡിക്കുള്ളിൽ നടക്കുന്ന ഫിസിയോളജിക്കൽ പ്രോസസ്സസ്. ഫോർ എക്സാമ്പിൾ ഹാർട്ട് റേറ്റ് നമുക്ക് വിചാരിച്ചിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റുമോ? ഇല്ല. ലൈക്ക് ദാറ്റ് ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ, ഡൈജഷൻ, സെക്ഷൽ അറൗസൽ, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. സോ അങ്ങനെയുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഓർ ഇൻവോളണ്ടറി ഫിസിയോളജിക്കൽ പ്രോസസ്സസ് കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റം ആണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്കറിയാം ഒരു നെർവസ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ന്യൂറോൺസ് വേണം അല്ലെ. ന്യൂറോൺസ് വേണം. അപ്പൊ ന്യൂറോൺസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഒരു കെമിക്കൽസ് വഴി. കെമിക്കൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് വിളിക്കുന്നത് അല്ലെ. ന്യൂറോൺസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയാം. നമ്മളിവിടെ പഠിക്കുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ഏതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ? അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, സോ ബിഫോർ ദാറ്റ് ANS എങ്ങനെയായിരുന്നു ഡിവൈഡ് ചെയ്തിരുന്നത്? സിമ്പത്താറ്റിക് ആൻഡ് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ, സിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെയും ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിഫറെന്റ് ആണ്. അത് ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ് ഇൻ ANS ആർ acetylcholine for parasympathetic nervous system and adrenaline for sympathetic nervous system. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ANS can be divided into എന്തൊക്കെയായിരുന്നു? sympathetic and parasympathetic. സിമ്പത്താറ്റിക്കും പാരാസിമ്പത്താറ്റിക്കും ആയിട്ട് നമ്മൾ എന്തിനെ ഡിവൈഡ് ചെയ്തു? ANS നെ ഡിവൈഡ് ചെയ്തു. അതില് സിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ADR എന്നാണ് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഏതായിരുന്നു? acetylcholine or ACH എന്ന് ഡിനോട്ട് ചെയ്യുന്നു. എല്ലാവർക്കും തിരിഞ്ഞു പോകുന്ന ഒരു പോർഷൻ ആണ് കേട്ടോ. പാരാസിമ്പത്തറ്റിക്കൽ ഏത് ന്യൂറോ ട്രാൻസ്മിറ്റർ, സിമ്പത്തറ്റിക്കൽ ഏതാണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും തിരിഞ്ഞു പോകും. നമുക്ക് സിംപ്ലി ഒന്ന് ഓർത്ത് വെക്കാമേ. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? acetylcholine ACH for parasympathetic nervous system. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയേ, പാരാസിമ്പത്തറ്റിക്. അപ്പൊ അവിടെ രണ്ട് വേർഡ്സ് വരുവാണ്. അതിനകത്ത് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാ? അസറ്റൈൽകോളിൻ. സോ അസറ്റൈലും ഉണ്ട് കോളിനും ഉണ്ട്, രണ്ട് വേർഡ്സ് വരുവാണ്. അങ്ങനെ നമുക്ക് സിംപ്ലി ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. സോ പാരാസിമ്പത്തറ്റിക്കൽ ആക്ട് ചെയ്യുന്നത് അസറ്റൈൽകോളിനും സിമ്പത്തറ്റിക്കൽ ആക്ട് ചെയ്യുന്നത് അഡ്രിനാലിനും. സിംഗിൾ വേർഡ്. സോ സിംഗിൾ വേർഡ് ഉള്ള നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ സിംഗിൾ അല്ലേ? സോ സിമ്പിൾ അല്ലേ? സോ പാരാസിമ്പത്തറ്റിക്കൽ ആക്ട് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക്. അപ്പൊ ഓർക്കുക അസറ്റൈൽകോളിൻ. അപ്പൊ സിമ്പത്തറ്റിക്കൽ ആക്ട് ചെയ്യുന്നത് അഡ്രിനാലിൻ. Clear അല്ലേ? So autonomic nervous system regulates the involuntary physiological processes. അപ്പൊ അതിനകത്ത് വരുന്ന രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. സിമ്പത്താറ്റിക്കലി വരുന്ന ഏതാ? അഡ്രിനാലിനും പാരാസിമ്പത്താറ്റിക്കല് അസറ്റൈൽകോളിൻ. അപ്പൊ ഇനി ആർക്ക് തിരിഞ്ഞു പോയില്ലല്ലോ. ദെൻ നമുക്ക് നെക്സ്റ്റ് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പൊ പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. അതിനകത്ത് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതായിരുന്നു? അസറ്റൈൽകോളിൻ അല്ലെ. സോ പാരാസിമ്പത്തറ്റിക്. സോ അസറ്റൈൽകോളിൻ ആണ് ഇവിടെ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പം അസറ്റൈൽകോളിൻ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിനെ എന്തെന്ന് വിളിക്കാം?
കോളിനർജിക് അസറ്റൈൽ കോളിന്റെ കോളിനർജിക് നെർവസ് സിസ്റ്റം എന്നും വിളിക്കാം. അപ്പൊ ഇതും നമ്മുടെ PSC ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ഏതാണ്? കോളിനർജിക്, അഡ്രിനർജിക്, സിമ്പത്താറ്റിക്, ഇങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് വരാം. അപ്പം ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രോപ്പർ ആയിട്ട് അറിയാത്ത ഒരാൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും മിസ്റ്റേക്ക് വരുത്തും. സോ പാരാസിമ്പത്താറ്റിക് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? അസറ്റൈൽ കോളിൻ ആണ്. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് കോളിനർജിക് നെർവസ് സിസ്റ്റം. Okay, then parasympathetic nervous system regulates rest and digestive function. Parasympathetic nervous system regulates rest and digestive function. നമ്മൾ നേരത്തെ ആ ഒരു ഫ്ലോ ചാർട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞില്ലായിരുന്നോ കാമിങ്, നമ്മൾ കാം ചെയ്തിരിക്കുന്ന സമയത്ത് ആക്ടിവേറ്റ് ആവുന്ന നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു. ലൈക്ക് ദാറ്റ് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അതൊരു ഫ്രേസ് പോലെ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മീൻസ് നമ്മൾ നോർമൽ ആയിട്ട് ഇരിക്കുമ്പോൾ അല്ലെ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ് പാരാസിമ്പത്തറ്റിക് ഓർ കോളിനർജിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദെൻ നമ്മൾ നോക്കുന്നത് കോളിനർജിക് ട്രാൻസ്മിഷൻ ആണ്. എങ്ങനെയാണ് അസറ്റൈൽ കോളിൻ ഉണ്ടാവുന്നത്, എവിടുന്ന് അസറ്റൈൽ കോളിൻ ഉണ്ടാവുന്നത്, ഇതിന് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്, എന്തൊക്കെ ആക്ഷൻസ് ആണ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ കോളിനർജിക് ട്രാൻസ്മിഷൻ നമുക്ക് നോക്കാം. അസറ്റൈൽ കോളിൻ ഇപ്പൊ പറഞ്ഞു പാരാസിമ്പത്താറ്റിക് ഓർ കോളിനർജിക് നെർവസ് സിസ്റ്റത്തിലെ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? അസറ്റൈൽ കോളിൻ. ദാറ്റ് ഈസ് എ മേജർ ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിറ്റർ അറ്റ് ഓട്ടോണോമിക്, സൊമാറ്റിക് ആസ് വെൽ ആസ് സെൻട്രൽ സൈറ്റ്. ഇപ്പം കോളിനർജിക് നെർവസ് സിസ്റ്റത്തിൽ മാത്രമല്ല ചില സൊമാറ്റിക് സൈറ്റ്സിലും സെൻട്രൽ സൈറ്റ്സിലും നമ്മുടെ അസറ്റൈൽ കോളിന് ആക്ടിവിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ ഒരു സിനോണിം എന്തായിരുന്നു? കോളിനർജിക് നെർവസ് സിസ്റ്റം. എന്താണ് റെഗുലേറ്റ് ചെയ്യുന്നത്? റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ. ആൻഡ് അസറ്റൈൽ കോളിൻ ഇസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അസറ്റൈൽ കോളിൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. നമുക്ക് എങ്ങനെ സിന്തസൈസ് ചെയ്യാം? നമ്മൾ സിന്തസൈസ് ചെയ്യുമല്ലോ, ബോഡിയിൽ ഉണ്ടാവുന്നതാണ്. എങ്ങനെയാണ് ബോഡിയിൽ അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്യുന്നത്? എവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ഡിസ്ട്രക്ട് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫ്ലോ ചാർട്ട് ഒന്നും കണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കാം. നമുക്ക് ഉണ്ടാക്കേണ്ട സാധനം എന്തായിരുന്നു? അസറ്റൈൽ കോളിൻ. രണ്ട് പാർട്ട് ഉണ്ടല്ലേ, അതുകൊണ്ട് നമ്മൾ പാരാസിമ്പത്താറ്റിക്കിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒന്ന് ഓർത്ത് പഠിച്ചത്. സോ അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്യണമെങ്കിൽ അസറ്റൈൽ പാർട്ടും വേണം, കൊളീൻ പാർട്ടും വേണം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അസറ്റൈൽ പാർട്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കാം. ബോഡിയിൽ തന്നെ ഒരു എൻസൈം ഉണ്ട്, അസറ്റൈൽ കോ എൻസൈമേ. പലർക്കും അറിയാം, നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട് അല്ലെ. സോ അസറ്റൈൽ കോ എൻസൈമേ ബോഡിയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. ഇത് എവിടെയാണ് ഈ ഒരു പ്രോസസ്സ്, എവിടെയാണ് അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഓർക്കണം. അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും നെർവ് എൻഡിങ്സിലായിരിക്കും. അപ്പൊ ഇത് കോളിനർജിക് നെർവ് എൻഡിങ് ആയിരിക്കോ അഡ്രിനർജിക് നെർവ് എൻഡിങ് ആയിരിക്കോ? കോളിനർജിക് ആയിരിക്കും അല്ലെ. അസറ്റൈൽ കോളിൻ ആണ് ഉണ്ടാവുന്നത്. സോ ഇത് കോളിനർജിക് നെർവ് എൻഡിങ് ആണെന്ന് നമ്മൾ ഓർക്കാം. ഇപ്പൊ കോളിനർജിക് നെർവ് എൻഡിങ്ങിനുള്ളിൽ ഓൾറെഡി നമ്മുടെ അസറ്റൈൽ കോഎൻസൈം എ ഉണ്ട്. ഈ അസറ്റൈൽ കോഎൻസൈം എ എങ്ങനെയാ ജനറേറ്റ് ചെയ്യുന്നത്? ATP. ബോഡിയിലെ നമ്മുടെ മെറ്റബോളിസത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ATP ഓർ എനർജി ആൻഡ് ഓൾസോ അസറ്റേറ്റ് ആൻഡ് കോ എൻസൈം എ, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ആൻ എൻസൈം ദാറ്റ് ഇസ് അസറ്റേറ്റ് ആക്ടിവേറ്റിംഗ് റിയാക്ഷൻ. അസറ്റേറ്റ് ആക്ടിവേറ്റിംഗ് റിയാക്ഷന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവും? അസറ്റൈൽ കോ എൻസൈം എ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ നെർവിനുള്ളിൽ ഇപ്പൊ ആരുണ്ട്? അസറ്റൈൽ കോ എൻസൈം എ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് AC എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അസറ്റൈൽ കോ എൻസൈം എ ഉണ്ട്. അപ്പൊ അസറ്റൈൽ കോളിനിലെ അസറ്റൈൽ പാർട്ട് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് കൊളീൻ പാർട്ടാണ് അല്ലെ. ഇപ്പൊ കൊളീൻ എവിടെ നിന്ന് കിട്ടും? കൊളീൻ ആക്ച്വലി ന്യൂട്രിയൻ ആണ്, ബോഡിക്കുള്ളിൽ തന്നെ ഉണ്ട്. ഓൾസോ നമ്മുടെ ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിൽ എത്തുന്ന കൊളീന് ഈ ഒരു നെർവ് എൻഡിങ്ങിനുള്ളിലേക്ക് പോകണം. ഓക്കെ, സോ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ബോഡിയിലുള്ള കൊളീൻ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടർ ഉണ്ട്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടർ. സിമ്പിൾ ആണ്. കൊളീനെ അകത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടർ സിസ്റ്റം, അത് വഴി പാസ് ചെയ്താണ് കൊളീൻ നമ്മുടെ കോളിനർജിക് നെർവ് എൻഡിങ്ങിനുള്ളിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ദ കൊളീൻ ഇസ് ആക്റ്റീവ്ലി ടേക്കൺ അപ്പ് into the cholinergic nerve endings with the help of choline, sodium choline co-transporter. Okay, അപ്പോൾ cholinergic nerve endings നാത്ത് എന്ത് കിട്ടി? കൊളീൻ വന്നു. നേരത്തെ ആരുണ്ടായിരുന്നു? അസറ്റൈൽ കോഎൻസൈം ഉണ്ടായിരുന്നു അല്ലെ. സോ ഈ കൊളീൻ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ ജനറേറ്റ് ചെയ്ത അസറ്റൈൽ കോഎൻസൈം എയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. Choline will combine with acetyl coenzyme A in presence of an enzyme called as choline acetyl transferase or CAT enzyme. എന്തായിരുന്നു? കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് ഓർ CAT enzyme നമുക്ക് സിമ്പിൾ ആയിട്ട് വിളിക്കാം. ഓക്കെ, സോ
choline will combine with the acetyl coenzyme in presence of cat enzyme or choline acetyl transferase enzyme to form acetylcholine. Simple അല്ലേ? acetyl പാർട്ടും കിട്ടി, choline പാർട്ടും കിട്ടി, എൻസൈമും വന്നു, ആൻഡ് ഇവിടെ എന്തുണ്ടാവുന്നു? acetyl choline ജനറേറ്റ് ചെയ്യുന്നു, acetyl choline ജനറേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള കോഎൻസൈമേ റിലീസ് ആവും. സിമ്പിൾ അല്ലേ പ്രോസസ് എന്ന് പറയുന്നത്? സിന്തസിസ് വളരെ സിമ്പിൾ അല്ലേ? അപ്പോ അസറ്റൈൽ കോഎൻസൈമെ ബോഡിയിൽ ജനറേറ്റ് ചെയ്തു. എങ്ങനെയാ? ATP പ്ലസ് അസറ്റേറ്റ് പ്ലസ് കോഎൻസൈമെ ഇൻ പ്രസൻസ് ഓഫ് അസറ്റേറ്റ് ആക്ടിവേറ്റിംഗ് റിയാക്ഷൻ എന്തുണ്ടാവുന്നു? അസറ്റൈൽ കോഎൻസൈമെ ഉണ്ടാവും. Then choline is actively taken up into the cholinergic nerve endings with the help of sodium choline co-transporter. Now inside our nerve endings എന്തൊക്കെയുണ്ട്? നമ്മുടെ കൊളീനും വന്നു, അസറ്റൈൽ കോഎൻസൈമേയും വന്നു, ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ് ഓർ കാറ്റ് എൻസൈം ഇത് തമ്മിൽ കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? അസറ്റൈൽ കൊളീൻ ജനറേറ്റ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിന്തസിസ് ആണ് അല്ലെ? ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വാട്ട് ഇസ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്? റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഏതാണ്? ഈ ഒരു എൻറ്റയർ റിയാക്ഷനിലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൊളീൻ നെർവ് എൻഡിങ്ങിനുള്ളിലേക്ക് കയറുന്ന പ്രോസസ്സാണ്. അതായത് കൊളീൻ നെർവ് എൻഡിങ്ങിൽ എത്തിയാൽ മാത്രമേ അസറ്റൈൽ കോളിൻ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പൊ ആ ഒരു പ്രോസസ് ആണ് ഇതിന്റെ എൻറ്റയർ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് കൊളീൻ വരുന്ന ടൈം ഡിലേ ആയി കഴിഞ്ഞാൽ അസറ്റൈൽ കോളിൻ ഉണ്ടാവുന്ന ടൈം ഡിലേ ആവും, അല്ലെങ്കിൽ എമൗണ്ട് കുറയും. ഓക്കെ, അതുപോലെ തന്നെ കൊളീൻ ഒരുപാടായിട്ട് വന്നാൽ ഒരുപാടായിട്ട് അസറ്റൈൽ കോളിൻ ജനറേറ്റ് ചെയ്യും. സിമ്പിൾ അല്ലേ? സോ അസറ്റൈൽ കോളിൻ നമ്മൾ ഉണ്ടാക്കി, then അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്താൽ മാത്രം മതി. ഇത് എവിടെയാ സ്റ്റോർ ചെയ്യുന്നത്? ഹെഡിങ് അതല്ലേ, നമ്മുടെ സിന്തസിസ് പഠിച്ചു, then നമുക്ക് സ്റ്റോറേജ് നോക്കണം. അപ്പൊ അസറ്റൈൽ കോളിൻ നെർവ് എൻഡിങ്സിനുള്ളിൽ അസറ്റൈൽ കോളിൻ ജനറേറ്റ് ചെയ്യുന്നു. ഈ അസറ്റൈൽ കോളിൻ എന്ത് ചെയ്യുന്നു? വെസിക്കിൾസിനുള്ളിലാണ് അസറ്റൈൽ കോളിൻ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് വെസിക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ വെസിക്കിൾസിനുള്ളിലായിട്ടാണ് സിന്തസൈസ് ചെയ്ത അസറ്റൈൽ കോളിൻ വെസിക്കിൾസിനുള്ളിലേക്ക് പോകുന്നത്. ദെൻ വെസിക്കിൾസിനുള്ളിലേക്ക് അസറ്റൈൽ കോളിൻ പോയി സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. വെൻ ദെയർ ഇസ് എ നീഡ്, ആവശ്യമുള്ള സമയത്ത് ഈ അസറ്റൈൽ കോളിൻ നെർവ് എൻഡിങ്സിൽ നിന്നും റിലീസ് ചെയ്യും. ഓക്കെ, ആൻഡ് എവിടെയാണോ ആക്ടിവിറ്റി തരേണ്ടത്, നമ്മുടെ ഇഫക്റ്റർ ഓർഗൻ ഏതാണോ അവിടെ പോയിട്ട് നമുക്ക് എന്താണോ ആക്ഷൻസ് ഒക്കെ എന്താന്നുള്ളത് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്, എന്താണോ ആക്ടിവിറ്റി നമുക്കത് കിട്ടുന്നു. ഓക്കെ, സോ അസറ്റൈൽ കോളിൻ സിന്തസിസ് നമ്മൾ പഠിച്ചു. ഈ അസറ്റൈൽ കോളിൻ എന്ത് ചെയ്യുന്നു? വെസിക്കിൾസിനുള്ളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആൻഡ് വെൻ ദെയർ ഇസ് എ നീഡ് ഈ അസറ്റൈൽ കോളിൻ റിലീസ് ചെയ്യും. ആൻഡ് റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് എക്സോസൈറ്റോസിസ്. Exocytosis. Okay, so acetylcholine is synthesized and it is stored in vesicles, and when there is a need, this acetylcholine is released into the effector organ to produce the action, and this process of release of acetylcholine can be called as എന്തായിരുന്നു? Exocytosis. സിമ്പിൾ അല്ലേ? പിന്നെ ഇത് മറക്കില്ലല്ലോ, അസറ്റൈൽ കോളിൻ ഉണ്ടാക്കണം, അസറ്റൈൽ കോഎൻസൈം എയും വന്നു, കൊളീനും വന്നു, തമ്മിൽ കമ്പൈൻ ചെയ്തു വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എൻസൈം വിച്ച് ഇസ് കാറ്റ് എൻസൈം. അങ്ങനെ തന്നെ നമുക്ക് ഓർക്കാം, കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, കൊളീൻ അസറ്റൈൽ ട്രാൻസ്ഫറേസ്, അസറ്റൈൽ ഗ്രൂപ്പിനെ കൊളീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻസൈം. ആൻഡ് ടു പ്രൊഡ്യൂസ് അസറ്റൈൽ കോളിൻ അത് വെസിക്കിൾസിൽ സ്റ്റോർ ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. When there is a need, that is get released by the process of exocytosis. Okay, then നമുക്ക് ഇനി നോക്കേണ്ട ഒരു കാര്യം, ഇതിനെ ജസ്റ്റ് ഒരു പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ കോളിനർജിക് നെർവ് എൻഡിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ കോളിനർജിക് നെർവ് എൻഡിങ് എന്ന് പറയാം. അപ്പൊ കോളിനർജിക് നെർവ് എൻഡിങ്ങിന്റെ സൈഡിലായിട്ട് എന്തുണ്ട്? ദിസ് ഇസ് എ ട്രാൻസ്പോർട്ടർ, Na+CH3 എന്ന് എഴുതിയിരിക്കുന്നതാണ് സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, നമ്മുടെ CH മീൻസ് കൊളീൻ, നമ്മുടെ കൊളീൻ ആണ്. കൊളീൻ എന്ത് ചെയ്യുന്നു? സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടറിന്റെ പ്രസൻസിൽ കോളിനർജിക് നെർവ് എൻഡിങ്ങിന് ഉള്ളിലേക്ക് കയറുന്നു, CH4 കൊളീൻ. ഓക്കെ, ഈ കൊളീൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചാറ്റ് എൻസൈമിന്റെ പ്രസൻസിലോ കാറ്റ് എൻസൈമിന്റെ പ്രസൻസിൽ നമ്മുടെ അസറ്റൈൽ കോ എൻസൈം എയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ടു പ്രൊഡ്യൂസ് അസറ്റൈൽ കൊളീൻ, ACH4 അസറ്റൈൽ കൊളീൻ. ദിസ് അസറ്റൈൽ കൊളീൻ ഇസ് സ്റ്റോർഡ് ഇൻസൈഡ് എ വെസിക്കിൾ. ഇതാണ് നമ്മുടെ വെസിക്കിൾസ് എന്ന് പറയുന്നത്. And when there is any exocytosis വഴി acetylcholine റിലീസ് ചെയ്യുന്നു. ഇഫക്ടർ സെൽ ഏതാണോ അവിടെയുള്ള റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് എന്താണോ ആക്ടിവിറ്റി തരും. ആൻഡ് നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം, ഈ ഒരു എൻറ്റയർ ചാർട്ടിൽ കുറച്ച് ഡ്രഗ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ PSC ആസ്പെക്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് കൂടുതലുള്ള ഒരു ഏരിയ ആണിത്. ഓക്കെ, നമുക്ക് 1 by 1 നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു?
choline is actively transported into the cholinergic nerve endings with the help of a co-transporter. What is that? എന്തായിരുന്നു? sodium choline co-transporter. sodium choline co-transporter വഴി choline ഉള്ളിലേക്ക് പോവാണ്. ഈ ഒരു പ്രോസസ്സിൽ ഒരു ഡ്രഗ് ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ ആ ഡ്രഗ് ആണ് HC3 എന്ന് എഴുതിയിരിക്കുന്നു. ദാറ്റ് ഇസ് hemicolinium. Okay, hemicolinium or HC3 എന്ന് എഴുതിയിരിക്കുന്നു. So hemicolinium is a drug which will block the uptake of choline into the cholinergic nerve endings. ക്ലിയർ അല്ലേ? ഏതായിരുന്നു കൊളീൻ അകത്തേക്ക് പോകുന്ന പ്രോസസ് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്? ഹെമികോളിനിയം. കൊളീൻ അപ്ടേക്ക് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഹെമികോളിനിയം or HC3 നമ്മൾ ഡിനോട്ട് ചെയ്തു. Okay, then അപ്പോൾ ഒരു ഡ്രഗിന്റെ പേര് നമ്മൾ പഠിച്ചു, hemicolinium, which will prevent the uptake of choline into the cholinergic nerve endings, and this is the rate limiting step അല്ലേ? കൊളീൻ അകത്തേക്ക് പോകുന്ന റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു. അപ്പൊ കൊളീൻ പോകുന്ന പ്രോസസ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ അസിറ്റൈൽ കോളിൻ ഉണ്ടാവുന്ന പ്രോസസ്സും കുറയും അല്ലേ? സോ ഹെമികോളിനിയം റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഇന്ററാക്ട് ചെയ്യുന്ന ഡ്രഗ് ആണ്. ഓക്കെ, സോ ഹെമികോളിനിയത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. ദെൻ നെക്സ്റ്റ് ഡ്രഗ് എവിടെ വരുന്നത് നോക്കാം. കൊളീൻ എന്ത് ചെയ്യുന്നു? അസറ്റൈൽ കോയിൻസിനും ആയിട്ട് ചേർന്ന് അസറ്റൈൽ കൊളീൻ ഉണ്ടാവുന്നു. ദെൻ അസറ്റൈൽ കൊളീൻ എഗെയിൻ നമ്മുടെ എവിടെ പോയി സ്റ്റോർ ചെയ്യും? വെസിക്കിൾസിനുള്ളിൽ സ്റ്റോർ ചെയ്യും. അപ്പം ജനറേറ്റ് ചെയ്ത അസറ്റൈൽ കൊളീൻ വെസിക്കിൾസിനുള്ളിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ആ പ്രോസസ്സ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഡ്രഗ് ഉണ്ട്. ദാറ്റ് ഇസ് VSA. നെഗറ്റീവ് കൊടുത്തേക്കുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. സോ VSA ഫോർ എന്തായിരിക്കും? ബെസാമിക്കോൾ. That is VSA. Okay, so the drug which will block the entry of acetylcholine into the vesicle, that is called as besamicol. അപ്പോ വെസിക്കിൾസിനുള്ളിലേക്ക് അസിറ്റൈൽകോളിൻ പോകുന്ന പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് besamicol. Okay, അതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Which is a drug which will block the entry of the synthesized acetylcholine into the vesicles inside the cholinergic nerve endings? The answer is besamicol. So which is a drug which will inhibit the entry of choline into the nerve endings? That is hemicolinium. Okay, ഇത് രണ്ടും ഓർക്കാലോ. Then നെക്സ്റ്റ് നമ്മൾ വരുന്നത്, അപ്പൊ കോളിൻ അസറ്റൈൽ കോളിൻ ഉള്ളിലേക്ക് പോയി, ഞാൻ അസറ്റൈൽ കോളിൻ ബൈ ദ പ്രോസസ് ഓഫ് എക്സോസൈറ്റോസിസ് റിലീസ് ചെയ്യുന്നു. അപ്പൊ ഈ റിലീസിനെ പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ഉണ്ട്. ദാറ്റ് ഇസ് BOT എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഡ്രഗ് ആണ്. ഇറ്റ് ഇസ് ബോട്ടുലിനം ടോക്സിൻ or BOT. Okay, so the release of acetylcholine into the effector cell is prevented by a drug that is called as botulinum toxin or BOT. And also ഈ റിലീസിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഡ്രഗ് കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് അതിനെ പ്ലസ് എന്ന് കൊടുക്കാം അല്ലെ? ഇൻഹിബിറ്റ് ചെയ്യുന്നത് നമ്മൾ മൈനസ് ഒന്ന് കൊടുത്തിരുന്നു. സോ എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ഓക്കെ, അപ്പൊ നമ്മൾ 4 ഡ്രഗ് പഠിച്ചിരുന്നു. ഹെമികോളിനിയം, ബെസാമിക്കോൾ, ബോട്ടുലിനം ടോക്സിൻ ആൻഡ് ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ടിൽ തന്നെ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും അല്ലെ? സോ വിച്ച് ഇസ് എ ഡ്രഗ് വിച്ച് വിൽ ബ്ലോക്ക് ദ എൻട്രി ഓഫ് ഓർ ഇൻഹിബിറ്റ് ദ അപ്ടേക്ക് ഓഫ് കൊളീൻ ഇൻ ദ കോളിനർജിക് നെർവ് എൻഡിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ? ഹെമികോളിനിയം. കൊളീന്റെ അപ്ടേക്ക് പ്രിവെന്റ് ചെയ്യുന്നത് ഹെമികോളിനിയം. എന്തായിരുന്നു? കൊളീന്റെ അപ്ടേക്ക് പ്രിവെന്റ് ചെയ്യുന്നു ഹെമികോളിനിയം. അങ്ങനെ തന്നെ നമുക്ക് ഓർത്തു വെക്കാം. ഓക്കെ, ദെൻ വെസിക്കിൾസിനുള്ളിലേക്ക് പോകുന്ന പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യുന്നത്, അപ്പോൾ വെസിക്കിൾസ് ആ ഒരു വേർഡ് തന്നെ നമുക്ക് പഠിക്കാം ബെസാമിക്കോൾ. വെസിക്കിൾസിനുള്ളിലേക്കുള്ള പോകുന്ന പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ബെസാമിക്കോൾ. ദെൻ റിലീസ്, അസറ്റൈൽകോളിന്റെ റിലീസ് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ഏതായിരുന്നു? ബോട്ടുലിനം ടോക്സിൻ. ദെൻ റിലീസ് ഇൻഡ്യൂസ് ചെയ്യുന്ന, മാസീവ് റിലീസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ദെൻ ഓൾസോ അസറ്റൈൽകോളിൻ റിലീസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ? അസറ്റൈൽകോളിൻ നമ്മുടെ ഇഫക്ടർ സെല്ലിലേക്ക് റിലീസ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഇഫക്ടർ സെല്ലിൽ റിസപ്റ്റേഴ്സ് ഉണ്ട്, നിക്കോട്ടിനിക് ആൻഡ് മെസ്കാരനിക് റിസപ്റ്റേഴ്സ്. റിസപ്റ്റേഴ്സിനെ പറ്റി നമുക്ക് ഇന്ന് തന്നെ പഠിക്കാം. ദെൻ ആഫ്റ്റർ റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്യുന്നു, നമുക്ക് ആക്ടിവിറ്റി കിട്ടുന്നു അല്ലെ? സോ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ആക്ടിവിറ്റിക്ക് ശേഷം ഫുൾ ടൈം അസറ്റൈൽകോളിൻ അങ്ങനെ നിൽക്കാനായിട്ട് പാടില്ല. അന്നേരം എന്ത് സംഭവിക്കും? അസറ്റൈൽകോളിനെ വീണ്ടും
acetylcholine esterase enzyme ACHE enzyme വന്നിട്ട് acetylcholine ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. acetylcholine വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് അസറ്റേറ്റും കൊളീനും ആയിട്ട് മാറും. ഈ കൊളീനെ വീണ്ടും ആരെടുക്കും? നമ്മുടെ സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടർ വഴി നെർവ് എൻഡിങ്സിനുള്ളിലേക്ക് പോകും. ഈ സൈക്കിള് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞപ്പോ ഡിസ്ട്രക്ഷൻ ആ പറഞ്ഞേ. അസറ്റൈൽകൊളിൻ റിലീസ് ചെയ്തതിന് ശേഷം ആക്ടിവിറ്റിക്കൊക്കെ ശേഷം നമ്മുടെ ACHE അതായത് അസറ്റൈൽകൊലിൻ എസ്റ്ററേസ് എൻസൈം വരുന്നു. അസറ്റൈൽകൊലിൻ എന്ത് ചെയ്യുന്നു? അസറ്റൈൽകൊലിൻ എസ്റ്ററേസ് എൻസൈം വന്നിട്ട് കൊളീനും അസറ്റേറ്റും ആക്കി മാറ്റും. ഈ കൊളീനെ വീണ്ടും നമ്മുടെ ട്രാൻസ്പോർട്ടർ വഴി നെർവ് എൻഡിങ്സിനുള്ളിലേക്ക് എടുക്കുന്നു. ഈ ഒരു സൈക്കിള് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ 4 ഡ്രഗ്സ് പഠിച്ചു. അറ്റ് ദ സെയിം ടൈം ഈ അസറ്റൈൽകൊലിൻ എസ്റ്ററേസ് എൻസൈം ഉണ്ടല്ലോ, ആ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സും വരുന്നുണ്ട്. അതിനെ നമ്മൾ ജനറലി ആന്റി കൊളീൻ എസ്റ്ററേസ് എന്ന് പറയുന്നത്. ANTI-CHE എന്ന് എഴുതിയിട്ടുണ്ട്, ആന്റി കൊളീൻ എസ്റ്ററേസ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് ഞാൻ പ്രത്യേകിച്ച് ഒരു ഡ്രഗ്സിന്റെ നെയിം പറഞ്ഞപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, സോ അപ്പൊ ക്ലിയർ അല്ലേ? എന്തായിരുന്നു? കൊളീൻ അപ്ടേക്ക് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാ? ഹെമികൊളീനിയം. ദെൻ കൊളീൻ വെസിക്കിൾസിനുള്ളിലേക്ക് പോകുന്ന പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാ? ബെസാമിക്കോൾ. ദെൻ അസറ്റൈൽകൊലിന്റെ റിലീസ് പ്രിവെന്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാ? ബോട്ടുലിനം ടോക്സിൻ. ആൻഡ് റിലീസ് എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ് ഏതാ? ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ക്ലിയർ അല്ലേ? Then after release acetylcholine break down ചെയ്യുന്നു with the help of an enzyme that is acetylcholine esterase. Then ആ ഒരു എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതായിരുന്നു? ആന്റികൊളിൻ എസ്റ്ററേസ്. അത് ഒരു ഡ്രഗിന്റെ പേരിൽ അറിയാലോ, ക്ലാസ് ഓഫ് ഡ്രഗ് ആണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് മുന്നത്തെ സ്ലൈഡിൽ എഴുതിയിട്ടുണ്ട്. Hemicolinium or HC3 blocks the choline uptake. That is a rate limiting step in acetylcholine synthesis. അല്ലെ, acetylcholine ഉണ്ടാവുന്ന പ്രോസസ്സിൽ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. കൊളീൻ അപ്ടേക്ക് ആണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് നമ്മുടെ ഹെമികൊളിനിയം. ഓക്കെ, ഇറ്റ് വിൽ ഡിപ്ലീറ്റ് ദി അസറ്റൈൽകൊളിൻ. അപ്പൊ കൊളീൻ അകത്തേക്ക് പോകുന്നില്ല, അസറ്റൈൽകൊളിന്റെ സിന്തസിസ് നടക്കുന്നില്ല, അസറ്റൈൽകൊളിൻ ഡിപ്ലീറ്റഡ് ആവുന്നു, അവിടെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവാതാവുന്നു. ഓക്കെ, ദെൻ active transport of acetylcholine into the synaptic vesicles is effected by another carrier which is blocked by besamicol. അതെന്നാ പറഞ്ഞേ? വെസിക്കിൾസിനുള്ളിലേക്ക് പോകുന്ന പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യുന്ന ആരായിരുന്നു? ബെസാമിക്കോൾ. ഓക്കെ, then two toxins interfere with the cholinergic transmission by affecting the release. റിലീസിനെ എഫക്ട് ചെയ്യുന്ന 2 ടോക്സിൻസ് ഏതൊക്കെയായിരുന്നു? ബോട്ടുലിനം ടോക്സിൻ that will inhibit the release and black widow spider toxin which will induce the massive release and depletion. ക്ലിയർ അല്ലേ? അപ്പൊ 4 ഡ്രഗ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരുന്നു? അസറ്റൈൽകൊളിൻ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലെ? അസറ്റൈൽകൊളിൻ ഉണ്ടാവുന്നു, അതിനെ സ്റ്റോർ ചെയ്ത് റിലീസ് ചെയ്ത് ആക്ടിവിറ്റിക്ക് ശേഷം അത് ഡിപ്ലീറ്റ് ചെയ്തു പോകുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗും നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബോട്ടുലിനം ടോക്സിൻ. നമുക്ക് കുറച്ച് ഡ്രഗിനെ പറ്റി പഠിക്കാനുണ്ട്, കോളിനർജിക് ഡ്രഗിനെയൊക്കെ പഠിക്കാനുണ്ട്. ബിഫോർ ദാറ്റ് ബോട്ടുലിനം ടോക്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മള് ബോട്ടുലിനം ടോക്സിൻ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ ബ്യൂട്ടി സീക്രട്ട് ആണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ബോട്ടുലിനം ടോക്സിൻ ഓർ എന്താണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് നമുക്ക് നോക്കാം. സോ ബോട്ടുലിനം ടോക്സിൻ അത് 2 ടൈപ്പ് ഉണ്ട്, ബോട്ടുലിനം ടോക്സിൻ A ആൻഡ് ബോട്ടുലിനം ടോക്സിൻ B. ഇറ്റ് ഈസ് ഹൈലി പോട്ടന്റ് എക്സോടോക്സിൻ which is produced by a bacteria that is called as Clostridium botulinum. ഇതായിരുന്നു ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോടോക്സിൻ ആണ് ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയാം. സോ ബോട്ടുലിനം ടോക്സിൻ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ വിച്ച് ബാക്ടീരിയ? Clostridium botulinum and it is an exotoxin. അറിയാലോ, ബാക്ടീരിയയുടെ സെല്ലിന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതാണ് എക്സോടോക്സിൻസ് എന്ന് പറയുന്നത്. That are responsible for botulism, that is a type of food poisoning. അപ്പൊ ഈ ഒരു ടോക്സിൻ കാരണം നോർമലി എന്ത് പറയുന്നത്, ഫുഡിലൊക്കെ നമ്മുടെ ഫുഡ് മെറ്റീരിയൽസിലൊക്കെയാണ് ഈ പറയുന്ന ടോക്സിൻ റിലീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അത് ഫുഡ് പോയിസണിങ്ങിന് കാരണമാവാറുണ്ട്. Clear അല്ലേ? So botulinum toxin A and B ഉണ്ട്, and it is an exotoxin produced by Clostridium botulinum and it is responsible for botulism. So what is botulism? It is a type of food poisoning. Then these neurotoxin, അപ്പൊ ഈ ടോക്സിൻ എന്ന് പറയുന്നത് ആക്ച്വലി ന്യൂറോടോക്സിക് ആണ്. സോ these neurotoxic proteins cause long lasting loss of cholinergic transmission. നമ്മുടെ cholinergic transmission ബ്ലോക്ക് ചെയ്യും
ആര് നമ്മുടെ ഈ ന്യൂറോടോക്സിൻസ് ആയിട്ടുള്ള ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്നത് അല്ലെ. സോ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദേ വിൽ ബ്ലോക്ക് ദി ലോങ് ലാസ്റ്റിംഗ് ലോസ് ഓഫ് ഓർ ഇറ്റ് വിൽ കോസ് ദി ലോങ് ലാസ്റ്റിംഗ് ലോസ് ഓഫ് കോളിനർജിക് ട്രാൻസ്മിഷൻ. ഓക്കെ, നമ്മൾ ക്ലിനിക്കലി എന്തിനാണ് ഈ ബോട്ടുലിനം ടോക്സിൻ യൂസ് ചെയ്യുന്നത്? സോ ലോക്കലൈസ്ഡ് ഇഞ്ചക്ഷൻ ഓഫ് മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് ബോട്ടുലിനം ടോക്സിൻ, ദാറ്റ് ഇസ് എ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ. നമ്മൾ ഈ സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞല്ലോ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ സെലിബ്രിറ്റീസിന്റെ ബ്യൂട്ടി സീക്രട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ലോക്കലൈസ്ഡ് ഇഞ്ചക്ഷൻ ഓഫ് മൈന്യൂട്ട് ക്വാണ്ടിറ്റി, ഒരുപാട് ആവാൻ പാടില്ല, മൈന്യൂട്ട് ക്വാണ്ടിറ്റി ഓഫ് ബോട്ടുലിനം ടോക്സിനെയാണ് ബോട്ടോക്സ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ്സ് ഹെമാഗ്ലൂട്ടിനിൻ കോംപ്ലക്സ് ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് as ഡിസ്പോട്ട്. ഇപ്പൊ ബോട്ടോക്സ് ഇഞ്ചക്ഷനും ഉണ്ട്, ഡിസ്പോട്ട് ഇഞ്ചക്ഷനും ഉണ്ട്. These two injections can be used in the treatment of a number of spastic and other neurological condition. അതായത് അസറ്റൈൽ കോളിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആണ് ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയാം. അസറ്റൈൽ കോളിൻ ഒരുപാടായിട്ട് റിലീസ് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ചില ന്യൂറോളജിക്കൽ കണ്ടീഷൻ, അതായത് അസറ്റൈൽ കോളിൻ ഒരുപാട് റിലീസ് ചെയ്യുമ്പോഴേക്കും മസിൽ കോൺട്രാക്ഷൻസ് വരും. മസിൽ കോൺട്രാക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ ഡ്രഗ് ആയിട്ട് ഈ പറഞ്ഞ ബോട്ടോക്സിനെയും ഡിസ്പോട്ടിനെയും ഉപയോഗിക്കാറുണ്ട്. Okay, so localized injection of minute quantity of botulinum toxin, that is Botox, or its hemagglutinin complex, that is Dysport, can be used in the treatment of certain spastic and other neurological condition due to their overactivity of cholinergic nerve. That cholinergic nerve endings il adinte mechanism of action endha acetylcholine release ne inhibit cheyunu. Ha oru process kaaranam neurological conditions il nammal botulinum toxin ഉപയോഗിക്കാറുണ്ട്. And it is also being employed as a beauty treatment. അല്ലെ, ബ്യൂട്ടി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബൈ റിമൂവൽ ഓഫ് ഏജ് റിലേറ്റഡ് ഫേഷ്യൽ റിങ്കിൾസ്. ഏജ് കാരണം ഉണ്ടാവുന്ന, നമ്മൾ ഏജിങ് സംഭവിക്കുന്നതോറും ഫേഷ്യൽ റിങ്കിൾസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഫേഷ്യൽ റിങ്കിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് ബ്യൂട്ടി ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഹവർ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ്, അല്ലെങ്കിൽ എമൗണ്ട് കൂടി പോയെങ്കിൽ അത് ഡേഞ്ചറസ് തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ബോട്ടുലിനം ടോക്സിൻ എന്ന് പറയുന്നത്. എന്തായിരുന്നു? ബോട്ടുലിനം ടോക്സിൻ is an exotoxin and it is produced by the bacteria that is called as Clostridium botulinum. Okay, and the food poisoning ഉണ്ടാകും. ആ ഫുഡ് പോയിസണിങ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോട്ടുലിസം. ഓക്കെ, നമ്മൾ ക്ലിനിക്കലി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ചില സ്പാസ്റ്റിക് അതർ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനെ ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നു ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഓർ ഡിസ്പോട്ട് ഇഞ്ചക്ഷൻ. ഇപ്പൊ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ ബോട്ടുലിനം ടോക്സിൻ ഇഞ്ചക്ഷൻ, ആൻഡ് ഡിസ്പോട്ട് എന്ന് പറയുമ്പോൾ ബോട്ടുലിനം ടോക്സിൻ ആൻഡ് ഇറ്റ്സ് ഹെമാഗ്ലൂട്ടിനിൻ കോംപ്ലക്സ്. Okay, and also beauty treatmenറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. That is about botulinum toxin. ബോട്ടുലിനം ടോക്സിൻ എന്തായിരുന്നു ചെയ്യുന്നത്? അസറ്റൈൽ കോളിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. അന്നേരം അസറ്റൈൽ കോളിന്റെ റിലീസിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതായിരുന്നു? ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ഇത് തമ്മിൽ തിരിഞ്ഞു പോരുത് കേട്ടോ. Then നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൊളീൻ എസ്റ്ററേസ് എൻസൈമിനെ പറ്റിയാണ് കേട്ടോ. ഇവിടെ ഒരു ഇ കൂടി വരുന്നുണ്ട്, കൊളീൻ എസ്റ്ററേസ് എൻസൈം. അപ്പൊ കൊളീൻ എസ്റ്ററേസ് എൻസൈമിനെ പറ്റി നമ്മൾ എന്താ പറഞ്ഞത്? അസറ്റൈൽ കൊളീൻ സിന്തസിസ് നമ്മൾ പഠിച്ചു, സ്റ്റോറേജ് പഠിച്ചു, ആൻഡ് ദെൻ ദെയർ ഇസ് എ നീഡ് അസറ്റൈൽ കൊളീൻ എന്ത് ചെയ്യും? നെർവ് എൻഡിങ്സ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ദെൻ എഫക്ടർ സെൽസ് ഉണ്ടാവും, അതിന്റെ റിസപ്റ്റേഴ്സ് ഏതാണോ പെർട്ടിക്കുലർ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആക്ടിവിറ്റി എന്താണോ ആ തരും എന്ന് പറഞ്ഞു. ആഫ്റ്റർ ആ ഒരു ആക്ടിവിറ്റിക്ക് ശേഷം എന്ത് ചെയ്യുന്നു? അസറ്റൈൽ കൊളീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം കൊളീൻ എസ്റ്ററേസ് അല്ലെ. കൊളീൻ എസ്റ്ററേസ് എൻസൈമിന്റെ പ്രസൻസിൽ അസറ്റൈൽ കൊളീൻ എന്ത് ചെയ്യുന്നു? അസറ്റൈൽ കൊളീൻ is broken down in presence of this enzyme to ആരൊക്കെയായിരുന്നു? കൊളീനും അസറ്റേറ്റും ആയിട്ട് അല്ലെ. ആൻഡ് ഈ കൊളീൻ എന്ത് ചെയ്യുന്നു? വീണ്ടും സോഡിയം കൊളീൻ കോ ട്രാൻസ്പോർട്ടർ വഴി നെർവ് എൻഡിങ്സിനുള്ളിലേക്ക് എടുക്കുന്നു, ആൻഡ് വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. Okay, so immediately after the release of acetylcholine is hydrolyzed by the enzyme called as choline esterase. But after the release of acetylcholine break down ചെയ്യുന്ന hydrolyze ചെയ്യുന്ന enzyme ആണ് choline esterase enzyme എന്ന് പറയുന്നത്. Okay, this choline esterase enzyme രണ്ട് ടൈപ്പ് ഉണ്ട്. A specific acetylcholine esterase or true choline esterase and a non-specific acetylcholine esterase called as butyrylcholine esterase are there, or pseudocholine esterase എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? അസറ്റൈൽകൊളിൻ എസ്റ്ററേസിനെ പറ്റിയല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അസറ്റൈൽകൊളിൻ എസ്റ്ററേസ് ഇ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യുവാണ്, ACHE ഫോർ അസറ്റൈൽകൊളിൻ എസ്റ്ററേസ്. അപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ട്, ട്രൂ കൊളിൻ എസ്റ്ററേസും ഉണ്ട്, സ്യൂഡോകൊളിൻ എസ്റ്ററേസും ഉണ്ട്. Okay, so acetylcholine esterase is of two types.
a specific acetylcholinesterase, that is true cholinesterase, and a non-specific butyryl cholinesterase, that is pseudo cholinesterase ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ എന്തിനാണ് ഈ രണ്ട് എൻസൈംസിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്? ഈ രണ്ട് എൻസൈംസിന്റെയും ആക്ടിവിറ്റി, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണ്, ബോഡിയിൽ എവിടെയൊക്കെയാണ് അസറ്റൈൽ കോളിനെസ്, അതായത് ട്രൂ കോളിനെസ്റ്ററേസ് എവിടെയാണുള്ളത്, സ്യൂഡോ കോളിനെസ്റ്ററേസ് എവിടെയാണുള്ളത്, അത് എന്ത് ചെയ്യുന്നു, ഹൈഡ്രോളിസിസ് ഏതൊക്കെ ഡ്രഗിനെ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. ഓക്കെ, സോ two types of acetylcholinesterase are there. നമ്മൾ പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു? ട്രൂ കോളിനെസ്റ്ററേസ് ആൻഡ് സ്യൂഡോ കോളിനെസ്റ്ററേസ്. സോ ട്രൂ കോളിനെസ്റ്ററേസ് എവിടെയൊക്കെ കാണുന്നത്? ദിസ് ഇസ് ട്രൂ കോളിനെസ്റ്ററേസ്. മെയിൻ ആയിട്ടും നമ്മുടെ എല്ലാ കോളിനർജിക് നെർവ് എൻഡിങ്സിനകത്തും ഉണ്ടാവും. ആൻഡ് ഓൾസോ RBC, ബ്ലഡിലെ RBCയിലും ഗ്രേ മാറ്ററിലും ഉണ്ടാവുന്നതാണ് ട്രൂ കോളിനെസ്റ്ററേസ് ഓർ അസറ്റൈൽ കോളിനെസ്റ്ററേസ് എന്ന് നമുക്ക് വിളിക്കാം. Then at the same time butyryl cholinesterase എവിടെയായിരിക്കും കാണുക? പ്ലാസ്മ, liver, intestine and white matter. Okay, so plasma, liver, intestine and white matter ഉള്ളത് സ്യൂഡോ കോളിനെസ്റ്ററേസും, നമ്മുടെ നെർവ് എല്ലാ കോളിനർജിക് നെർവ് എൻഡിങ്സിലും RBCയിലും ഗ്രേ മാറ്ററിലും ഉള്ളത് ഏതായിരുന്നു? ട്രൂ കോളിനെസ്റ്ററേസും. Then ഇതിന്റെ ഹൈഡ്രോളിസിസ് ആ പറയുന്നത്. അസറ്റൈൽ കോളിൻ കൂടാണ്ട് നമ്മൾ ഒരു 3 ഡ്രഗ് കൂടി പറയുവാണ്. അത് ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ പറയും കേട്ടോ. അപ്പൊ നമ്മുടെ എൻസൈമിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. സോ ഏതൊക്കെയുണ്ട്? അസറ്റൈൽ കോളിൻ, മെത്താകോളിൻ, ബെൻസോയിൽ കോളിൻ ആൻഡ് ബ്യൂട്ടറൈൽ കോളിൻ. ഏതൊക്കെയാ? അസറ്റൈൽ കോളിൻ, മെത്താകോളിൻ, ബെൻസോയിൽ കോളിൻ ആൻഡ് ബ്യൂട്ടറൈൽ കോളിൻ. അപ്പൊ അതില് അസറ്റൈൽ കോളിനെ നമ്മുടെ ഹൈഡ്രോലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ട്രൂ കോളിനെസ്റ്ററേസ് ആണ്. കണ്ടോ, വെരി ഫാസ്റ്റ് ആയിട്ട് ഹൈഡ്രോലൈസ് ചെയ്യും. മൈക്രോ സെക്കൻഡ്സിൽ ഹൈഡ്രോളിസിസ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, സോ അസറ്റൈൽ കോളിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ആരാണ്? ട്രൂ കോളിനെസ്റ്ററേസ് ആണ്. മൈക്രോ സെക്കൻഡ്സിൽ ഹൈഡ്രോലൈസ് ചെയ്യും. ദെൻ മെത്താകോളിന്റെ കേസ് നമ്മൾ നോക്കുമ്പോൾ അസറ്റൈൽ കോളിനെ പോലെ ഹൈഡ്രോലൈസ് ചെയ്യും, ബട്ട് കമ്പയർഡ് ടു അസറ്റൈൽ കോളിൻ പ്രോസസ് എന്ന് പറയുന്നത് സ്ലോ ആണ്. ആൻഡ് ബെൻസോയിൽ കോളിനെയും ബ്യൂട്ടറൈൽ കോളിനെയും നമ്മുടെ ട്രൂ കോളിനെസ്റ്ററേസ് ഹൈഡ്രോലൈസ് ചെയ്യത്തില്ല. ഓക്കെ, സോ ബെൻസോയിൽ കോളിനെസ്റ്ററേസിനെയും ബ്യൂട്ടറൈൽ കോളിനെസ്റ്ററേസിനെയും ട്രൂ കോളിനെസ്റ്ററേസ് വെച്ച് ഹൈഡ്രോലൈസ് ചെയ്യില്ല. അതിന് ഈ രണ്ടെണ്ണത്തിന് ഹൈഡ്രോലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്യൂട്ടറൈൽ കോളിനെസ്റ്ററേസ് എന്ന് പറയാം. ഓക്കെ, സോ ബെൻസോയിൽ കോളിനെയും ബ്യൂട്ടറൈൽ കോളിനെയും ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ആരാണ്? സ്യൂഡോ കോളിനെസ്റ്ററേസ് ഓർ ബ്യൂട്ടറൈൽ കോളിനെസ്റ്ററേസ് നമ്മൾ പറയുന്നത് അല്ലെ. നേരെ ഓർക്കാം, ബ്യൂട്ടറൈൽ കോളിനെ ഹൈഡ്രോലൈസ് ചെയ്യുന്നത് ബ്യൂട്ടറൈൽ കോളിനെസ്റ്ററേസ് ഓർ സ്യൂഡോ കോളിനെസ്റ്ററേസ് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഈ സ്യൂഡോ കോളിനെസ്റ്ററേസ് നമ്മുടെ അസറ്റൈൽ കോളിനെ ഹൈഡ്രോലൈസ് ചെയ്യും, ബട്ട് പ്രോസസ് ഈസ് സ്ലോ. ആൻഡ് മെത്താകോളിനെ ഹൈഡ്രോലൈസ് ചെയ്യത്തില്ല. ക്ലിയർ അല്ലേ? ഇതിനെ ഏത് വെച്ചിട്ട് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റും? ഏത് ഡ്രഗ് വെച്ചിട്ട് നമ്മുടെ ട്രൂ കോളിനെസ്റ്ററേസിനെ ഇൻഹിബിറ്റ് ചെയ്യാം, ഏത് ഡ്രഗ് വെച്ചിട്ട് സ്യൂഡോ കോളിനെസ്റ്ററേസിനെ ഇൻഹിബിറ്റ് ചെയ്യാം. അപ്പൊ ട്രൂ കോളിനെസ്റ്ററേസിനെ ഏത് ഡ്രഗ് വെച്ച് ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് മോർ സെൻസിറ്റീവ് ടു ഫൈസോസ്റ്റിഗ്മിൻ. ഫൈസോസ്റ്റിഗ്മിൻ ഒക്കെ നമ്മൾ ഇനി പഠിക്കും കേട്ടോ. ആന്റി കോളിനെസ്റ്ററേസ് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പഠിക്കും. സോ ഫൈസോസ്റ്റിഗ്മിൻ ക്യാൻ ബി യൂസ്ഡ് ടു ഇൻഹിബിറ്റ് ദി ട്രൂ കോളിനെസ്റ്ററേസ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്യൂഡോ കോളിനെസ്റ്ററേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഓർഗാനോഫോസ്ഫേറ്റ്സ് ആണ്. ഓർഗാനോഫോസ്ഫേറ്റ്സ് നമുക്കറിയാലോ, ഓർഗാനോഫോസ്ഫറസ് പോയിസണിംഗ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മാലത്തിയോൺ, പാരത്തിയോൺ, ഡിഫ്ലോസ് പോലുള്ള ഡ്രഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമ്മുടെ സ്യൂഡോ കോളിനെസ്റ്ററേസിനെ ബ്ലോക്ക് ചെയ്യുന്നത് ഓർഗാനോഫോസ്ഫേറ്റ്സ് വെച്ചിട്ടാണ്. ദെൻ ട്രൂ കോളിനെസ്റ്ററേസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെർമിനേഷൻ ഓഫ് അസറ്റൈൽ കോളിൻ ആക്ഷൻ. അസറ്റൈൽ കോളിന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക. ദെൻ സ്യൂഡോ കോളിനെസ്റ്ററേസ് പറയുമ്പോൾ ഹൈഡ്രോളിസിസ് ഓഫ് ഇൻജസ്റ്റഡ് എസ്റ്റർ, ബാക്കിയുള്ള എസ്റ്റേഴ്സ് നമ്മൾ കഴിക്കുന്ന എസ്റ്റേഴ്സിലുള്ള ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്യൂഡോ കോളിനെസ്റ്ററേസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ അല്ലേ? സോ 2 ടൈപ്പ് ഓഫ് കോളിനെസ്റ്ററേസ് ഉണ്ട്, ട്രൂ ആൻഡ് സ്യൂഡോ. അപ്പൊ ട്രൂ കോളിനെസ്റ്ററേസിനെ അസറ്റൈൽ കോളിനെസ്റ്ററേസ് എന്ന് പറയും, സ്യൂഡോ കോളിനെസ്റ്ററേസിനെ ബ്യൂട്ടറൈൽ കോളിനെസ്റ്ററേസ് എന്ന് പറയും. അത് തമ്മിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഡിഫറൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ ഡ്രഗിനെ ഏതൊക്കെ ഹോർമോൺ ആണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എന്നുള്ളതും നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഹോർമോൺ അല്ല, എൻസൈം കേട്ടോ, ഐ മിസ്റ്റേക്ക്. ഓക്കെ, സോ കോളിനെസ്റ്ററേസിന്റെ 2 ടൈപ്സും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും എവിടെയാണുള്ളത്, ഏതൊക്കെ എൻസൈംസ് ഏതിനൊക്കെയാണ് ഹൈഡ്രോലൈസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോളിനോ റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്തു. അസറ്റൈൽ കോളിൻ സിന്തസൈസ് ചെയ്തതിന് ശേഷം എവിടെയാണോ അത് റിലീസ് ചെയ്യുന്നു, റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആക്ടിവിറ്റി തരുന്നു അല്ലെ. അപ്പൊ ഏതൊക്കെ റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കോളിനർജിക് റിസപ്റ്റേഴ്സ് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? muscarinic receptors, nicotinic receptors. Okay, so cholinergic receptors or cholinereceptors or parasympathetic receptors are of 2 types.
muscarinic receptors and nicotinic receptors. Muscarinic receptors ഉണ്ട്, nicotinic receptors ഉണ്ട്. Muscarinic receptors നമ്മൾ M എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും, nicotinic receptors N എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതിൽ muscarinic receptors പറ്റിയിട്ടാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫ്ലോ ചാർട്ട് ഈ ഒരു സ്ലൈഡ് നമ്മൾ പഠിക്കണം. കാരണം ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അസറ്റൈൽകോളിന്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്, അസറ്റൈൽകോളിന്റെ അഡ്വേഴ്സ് എഫക്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ മസ്കാരനിക് റിസപ്റ്റർ. ഇപ്പൊ നമ്മൾ മസ്കാരനിക് റിസപ്റ്റേഴ്സിനെ പറ്റിയാ പറയുന്നത്. മസ്കാരനിക് റിസപ്റ്റേഴ്സിന് അഗെയിൻ 3 ഡിവിഷൻ ഉണ്ട്. ഏതൊക്കെയാ? സിമ്പിൾ ആണ്. മസ്കാരനിക് റിസപ്റ്റേഴ്സിന് നമ്മൾ M കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ M1, M2 ആൻഡ് M3. Muscarinic receptors are again divided into 3 types, which are they? M1, M2 and M3. Then first one is M1. M1 receptor എവിടെയാണ് കാണുന്നത്? M1 receptor മെയിൻ ആയിട്ടും നമ്മുടെ ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ കാണപ്പെടുന്നു, ഗ്യാസ്ട്രിക് ഗ്ലാൻസിലുണ്ട് ആൻഡ് CNS-ലുണ്ട്. ഓക്കെ, എവിടൊക്കെയുണ്ട്? ഓട്ടോണോമിക് ഗാംഗ്ലിയ, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഗ്ലാൻസ് ആൻഡ് CNS. Then M2 receptors എവിടെയൊക്കെ ഉള്ളത്? SA നോഡ്, AV നോഡ്, ഏട്രിയം വെൻട്രിക്കിൾ. അതായത് സിംപിളി നമ്മുടെ ഹാർട്ടിലുണ്ട്. ഓക്കെ, SA നോഡ്, AV നോഡ്, ഏട്രിയം വെൻട്രിക്കിൾ ഓർ നമ്മുടെ ഹാർട്ടിലുള്ള ഏതാണ്? M2 receptor. Then also എല്ലാ കോളർജിക് നെർവ് എൻഡിങ്സിലും M2 റിസപ്റ്റേഴ്സ് കാണും. CNS-ലുണ്ട്, വിസറൽ സ്മൂത്ത് മസിൽസിലുണ്ട്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ സ്മൂത്ത് മസിൽസിലുണ്ട്. Okay, so M1 receptors autonomic ganglia, gastric glands, CNS. M2 receptors heart, cholinergic nerve endings, CNS, visceral smooth muscle. Then M3 receptors is also present in visceral smooth muscles. M2 receptors ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ M3 receptors present ആണ്. And iris, നമ്മുടെ കണ്ണിന്റെ ഐറിസിൽ പ്രസന്റ് ആണ്, കണ്ണിന്റെ തന്നെ സീലറി മസിൽസിൽ പ്രസന്റ് ആണ്. ആൻഡ് ഓൾസോ എക്സോക്രൈൻ ഗ്ലാൻസ്, അതായത് സ്വെറ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സോക്രൈൻ ഗ്ലാൻസിൽ പ്രസന്റ് ആണ്. ആൻഡ് ഫൈനലി വാസ്കുലാർ എൻഡോത്തീലിയം. വാസ്കുലാർ എൻഡോത്തീലിയം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസ് അല്ലെ, ബ്ലഡ് വെസൽസിന്റെ സർഫസിൽ അതിനുള്ളിൽ പ്രസന്റ് ആണ് നമ്മുടെ M3 റിസപ്റ്റേഴ്സ് എന്ന് പറയാം. ഇത് ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത്? വാട്ട് ആർ ദി ആക്ഷൻസ് ഓഫ് ദിസ് റിസപ്റ്റേഴ്സ്? ഫസ്റ്റ് വൺ ഇസ് ഓട്ടോണോമിക് ഗാംഗ്ലിയ. ജസ്റ്റ് സിംപ്ലി ആക്ഷൻസ് കൂടി നമ്മൾ പഠിച്ചു പോവാം. ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ നമ്മുടെ M1 റിസപ്റ്ററിൽ അസറ്റൈൽകോളിൻ ഓർ അസറ്റൈൽകോളിൻ ഡ്രഗ് ലൈക്ക് ഡ്രഗ്സ് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡീപോളറൈസേഷൻ ആണ് സംഭവിക്കുന്നത്. ദെൻ ഗ്യാസ്ട്രിക് ഗ്ലാൻസിന്റെ കേസിൽ ഹിസ്റ്റാമിൻ റിലീസ് നടക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസും ഇൻക്രീസ് ചെയ്യും. CNS-ന്റെ കേസ് നോക്കുവാണെങ്കിൽ ലേണിംഗ്, മെമ്മറി ആൻഡ് മോട്ടോർ ഫങ്ഷൻസ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? M1 receptors in autonomic ganglia they will produce depolarization. Gastric glands-ൽ എന്ത് ചെയ്യുന്നു? സെക്രീഷൻസ് എൻഹാൻസ് ചെയ്യുന്നു. CNS-ലെ ലേണിംഗ്, മെമ്മറി ആൻഡ് മോട്ടോർ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ കോളർജിക് റിസപ്റ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ സെക്രീഷൻസിന്റെ കേസ് ഓർക്കുവാണെങ്കിൽ എവിടെ ആയിക്കോട്ടെ, ഇപ്പൊ എക്സോക്രൈൻ ഗ്ലാൻസ് നമ്മൾ ഇനി വരുന്നുണ്ട്, അവിടെ ഗ്യാസ്ട്രിക് ഗ്ലാൻസ് വരുന്നുണ്ട്, അവിടെ എല്ലാം സെക്രീഷൻസ് എൻഹാൻസ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മുടെ കോളർജിക് ഡ്രഗ്സ് കോളർജിക് റിസപ്റ്റേഴ്സ് ഏതായാലും, മെയിൻലി മസ്കാരനിക് റിസപ്റ്റേഴ്സ്. ദെൻ M2 റിസപ്റ്റേഴ്സിന്റെ കേസ് എന്താ പറയുക? M2 റിസപ്റ്റേഴ്സ് ആർ മെയിൻലി പ്രസന്റ് ഇൻ എവിടെയായിരുന്നു? ഹാർട്ടിൽ. അപ്പൊ ഹാർട്ടിന് തന്നെ ഡിഫറെന്റ് പാർട്സ് വരുന്നുണ്ട്. അപ്പൊ ഹാർട്ടിൽ നമ്മുടെ അസറ്റൈൽകോളിന് നെഗറ്റീവ് ആക്ഷൻ ആണുള്ളത്. അതായത് ഹാർട്ട് റേറ്റ് കുറയ്ക്കും, ഹാർട്ടിന്റെ കോൺട്രാക്ടിലിറ്റി കുറയ്ക്കും, BP ഓൾസോ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ M2 receptors in SA node will produce hyperpolarization, decrease the rate of impulse generation. Impulse ഉണ്ടാവുന്ന ഹാർട്ടിലെ ഇമ്പൾസ് ഉണ്ടാവുന്ന പ്രോസസ്സ് ഡിക്രീസ് ചെയ്യും. AV node എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ദ വെലോസിറ്റി ഓഫ് കണ്ടക്ഷൻ കുറയുന്നു. ആൻഡ് ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ, ഹാർട്ടിന്റെ രണ്ട് അറകളാണ് അല്ലെ, അവിടെ എന്ത് ചെയ്യുന്നു? ഷോർട്ടനിങ് ഓഫ് APD, ദാറ്റ് ഇസ് കോൺട്രാക്ടിലിറ്റി കുറയ്ക്കുന്നു. ഓക്കെ, ദെൻ കോളർജിക് നെർവ് എൻഡിങ്സിലുണ്ട്. കോളർജിക് നെർവ് എൻഡിങ്സിലെ M2 റിസപ്റ്റേഴ്സ് കാരണമാണ് അസറ്റൈൽകോളിൻ റിലീസ് ചെയ്യുന്നത്. നമ്മുടെ CNS-ൽ എന്ത് ചെയ്യുന്നു? ട്രെമർ ആൻഡ് എനാൽജസിയ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വിസറൽ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യിക്കുന്നു. ഓക്കെ, ദെൻ M3 റിസപ്റ്റേഴ്സ് വീണ്ടും പറഞ്ഞു വിസറൽ സ്മൂത്ത് മസിൽസ് ഉണ്ടെന്ന് പറഞ്ഞു. മസിൽ കോൺട്രാക്ഷൻ ആണ് അസറ്റൈൽകോളിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വിസറൽ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഐറിസ് അല്ലെങ്കിൽ കണ്ണിന്റെ കേസിൽ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ അല്ലെങ്കിൽ മിയോസിസ് ഉണ്ടാക്കും. ദെൻ സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യിക്കുന്നു. ദെൻ എക്സോക്രൈൻ ഗ്ലാൻസ്, ഞാൻ പറഞ്ഞു ഗ്ലാൻസ് ആയിക്കോട്ടെ ഏത് ഗ്ലാൻസ് ആയാലും സെക്രീഷൻ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വാസ്കുലാർ എൻഡോത്തീലിയം, ദേ വിൽ റിലീസ് ദ നൈട്രിക് ഓക്സൈഡ് ആൻഡ് വാസോ ഡയലേഷൻ ഉണ്ടാക്കും ഓർ ഡിക്രീസ് ഇൻ BP ഉണ്ടാക്കും. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ലൊക്കേഷൻ ഓഫ് M1, M2, M3 റിസപ്റ്റേഴ്സ് ആൻഡ് ദെയർ ഫംഗ്ഷൻ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ എന്താ ചെയ്യുന്നത്? ഡീപോളറൈസ് ചെയ്യും.
ഗ്ലാൻസ്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ് ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ റിസപ്റ്റേഴ്സ് എവിടെ, ഏതൊക്കെ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ ഇരിക്കുന്നു എന്നുള്ളത് എല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഗ്ലാൻസിൽ സെക്രീഷൻ കൂട്ടും. ദെൻ ഗ്ലാൻസ് വരുവാണ്, സോ എക്സോക്രൈൻ ഗ്ലാൻസ് കൂടി ഇവിടെ റിലേറ്റ് ചെയ്ത് പഠിക്കുക. എക്സോക്രൈൻ ഗ്ലാൻസിലും സെക്രീഷൻ എൻഹാൻസ് ചെയ്യും. അതിനുശേഷം CNS എന്തൊക്കെ ആക്ഷൻ വരുന്നുണ്ട്? M1 റിസപ്റ്റേഴ്സ് ആണെങ്കിൽ ലേണിംഗ്, മെമ്മറി, മോട്ടോർ ഫംഗ്ഷൻസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് M1 റിസപ്റ്റേഴ്സ് ആണ്. M2 റിസപ്റ്റേഴ്സിൽ ട്രെമർ, അനാൽജസിയ ഉണ്ടാക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് M2ലേക്ക് വന്നു. M2ലേക്ക് വരുമ്പോൾ ഹാർട്ടിലാണ് M2 ഉള്ളത് മെയിൻ ആയിട്ടും. അപ്പൊ M2 ഹാർട്ടിൽ എല്ലാം നെഗറ്റീവ് ആക്ഷൻസ് ആണ് തരുന്നത്. വെലോസിറ്റി ഓഫ് കണ്ടക്ഷൻ കുറയ്ക്കുന്നു, ഹൈപ്പർ പോളറൈസേഷൻ വഴി റേറ്റ് ഓഫ് ഇമ്പൾസ് ജനറേഷൻ കുറയ്ക്കുന്നു, ആൻഡ് ഓൾസോ കോൺട്രാക്ടിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നു. അടുത്ത് പറയുന്ന വിസറൽ സ്മൂത്ത് മസിൽസ് ആണ്. വിസറൽ സ്മൂത്ത് മസിൽസ് M2ലും ഉണ്ട്, M3ലും ഉണ്ട്. M2ൽ എന്ത് ചെയ്യുന്നു? വിസറൽ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. സെയിം M3ലും വിസറൽ സ്മൂത്ത് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. M3ന്റെ കേസിൽ എടുത്തു പറയേണ്ടത് ഐ ആണ് കേട്ടോ. ഐയിൽ എന്തൊക്കെയുണ്ട്? ഐറിസിലും സീലിയറി മസിൽസിലും M3 റിസപ്റ്റേഴ്സ് കാണുന്നുണ്ട്. ഐറിസിലെ കോൺട്രാക്ട് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യും, കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ, ദാറ്റ് ഈസ് കോൾഡ് എസ് മിയോസിസ്. ദെൻ ഓൾസോ സീലിയറി മസിൽസിനെ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. ദെൻ എക്സോക്രൈൻ ഗ്ലാൻസ് M3 റിസപ്റ്റേഴ്സും പ്രസന്റ് ആണ്. അവർ എന്ത് ചെയ്യുന്നു? സെക്രീഷൻസ് എൻഹാൻസ് ചെയ്യുന്നു. ആൻഡ് ഇൻ വാസ്കുലാർ എൻഡോത്തീലിയം നൈട്രിക് ഓക്സൈഡ് റിലീസ് വന്നിട്ട് ബ്ലഡ് പ്രഷർ റിഡ്യൂസ് ചെയ്യും. സിമ്പിൾ അല്ലേ? നമ്മൾ ഓർത്തിരിക്കണം എവിടൊക്കെയാണ് റിസപ്റ്റേഴ്സ് കാണുന്നത്. M1 റിസപ്റ്റേഴ്സ് CNS ഓട്ടോണോമിക് ഗാംഗ്ലിയ. M2 ഓർക്കുമ്പോൾ ഹാർട്ട്, M2ലാണ് ഹാർട്ട് വരുന്നത്, അത് എടുത്ത് ചോദിക്കാം. M2 റിസപ്റ്റേഴ്സ് ആർ മെയിൻലി പ്രസന്റ് ഇൻ ഹാർട്ട് ആൻഡ് ഓൾസോ ഇൻ വിസറൽ സ്മൂത്ത് മസിൽസ് ആൻഡ് കോളിനർജിക് നെർവ് എൻഡിംഗ്. M3 റിസപ്റ്റേഴ്സിന് ഓർക്കേണ്ടത് ഐറിസ് അല്ലെങ്കിൽ ഐയിൽ കാണുന്നു. ഐന്റെ ഐറിസിലും സീലിയറി മസിൽസിലും ഉള്ളത് M3 റിസപ്റ്റേഴ്സ് ആണ്. ഓൾസോ വാസ്കുലാർ സ്മൂത്ത് മസിൽസ് നമ്മുടെ വാസ്കുലാർ എൻഡോത്തീലിയത്തിലും കാണുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ അതിന്റെ റിസപ്റ്റർ നേച്ചർ കൂടി നോക്കാം. 4 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. ഏതൊക്കെയാ? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ, ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ്, എൻസൈമാറ്റിക് റിസപ്റ്റർ, ന്യൂക്ലിയർ റിസപ്റ്റർ. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോയില്ലെങ്കിൽ 4 ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതില് മിസ്കാരനിക് റിസപ്റ്റേഴ്സ്, വിച്ച് ടൈപ്പ് ഓഫ് റിസപ്റ്റർ ആണ് മിസ്കാരനിക് റിസപ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. സോ മിസ്കാരനിക് റിസപ്റ്റേഴ്സ് ഇസ് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ. ഈ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററിൽ തന്നെ വീണ്ടും 4 ടൈപ്പ് വരുന്നുണ്ട്. GQ, GI, GS ആൻഡ് GO 4 ടൈപ്പ് ഓഫ് റിസപ്റ്റർ വരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല എങ്കിൽ കൂടി ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ് നമ്മുടെ മിസ്കാരനിക് റിസപ്റ്റേഴ്സും പറയാം. അതിൽ തന്നെ M1ഉം M3യും വന്നിട്ട് GQ പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററും, M2 വന്നിട്ട് GI ഓർ GO പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്ററും ആണ്. Okay, so or basically നമ്മുടെ muscarinic receptors are G protein coupled receptors. Out of that എന്താ പറഞ്ഞേ? M1 and M3 GQ, M2 is GI or GO protein coupled receptor. Okay, then അതിന്റെ മെക്കാനിസം വരുന്നുണ്ട്. മെക്കാനിസം GQ പ്രോട്ടീൻ നോർമലി ആക്ട് ചെയ്യുന്നത് IP3-DAG പാത്ത് വഴിയാണ്. ദാറ്റ് ഇസ് സൈറ്റോസോളിക് കാൽഷ്യത്തിന്റെ എമൗണ്ട് കൂടും, ഫോസ്ഫോലിപ്പേസ് A2 എമൗണ്ട് കൂടും, പ്രോസ്റ്റഗ്ലാൻഡിൻ സിന്തസിസ് വരും. ഈ GQ പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ M1 റിസപ്റ്റേഴ്സിൽ വരുന്നുണ്ട്. സെയിം തന്നെ M3 റിസപ്റ്റേഴ്സിൽ അതിന്റെ ട്രാൻസ്ഡ്യൂസർ മെക്കാനിസം സെയിം ആണ്. ദെൻ M2 റിസപ്റ്റേഴ്സിന്റെ കേസിൽ എന്താ? പൊട്ടാസ്യം ചാനൽ ഓപ്പൺ ചെയ്ത് സൈക്ലിക് AMP കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും കൂടെ നമ്മൾ നോക്കണം കേട്ടോ. ഈ റിസപ്റ്റേഴ്സിന്റെ കേസിൽ ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റർ ആണ്, ഏതൊക്കെ GQ ആണ്, ഏതൊക്കെ GI ആണ് എന്ന് മാത്രം ഓർത്തിരുന്നാലും മതിയാവും. ദെൻ എഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. സോ M1 റിസപ്റ്ററിന്റെ എഗോണിസ്റ്റ് ഏതൊക്കെയാ വരുന്നത്? മെയിൻ ആയിട്ട് വരുന്നത് ഓക്സിട്രെമോറിൻ, ദെൻ MCN 343A. ഓക്കെ, ഓക്സിട്രമോണിൻ ഓർക്കുക. M1 റിസപ്റ്റേഴ്സിന്റെ എഗോണിസ്റ്റ് ഓക്സിട്രമോണിൻ, M1 റിസപ്റ്റേഴ്സിന്റെ ആന്റഗോണിസ്റ്റ് പൈറൻസെപ്പിൻ ആൻഡ് തീലൻസെപ്പിൻ. അതായത് M1 റിസപ്റ്റേഴ്സ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിലാന്ന് പറയും, ഗ്യാസ്ട്രിക് ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് കൂട്ടുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സോ പൈറൻസെപ്പിൻ ആൻഡ് തീലൻസെപ്പിൻ നമുക്കറിയാം ആന്റി അൾസർ ഡ്രഗ് ആണ്, നമ്മൾ ഡിസ്പെൻസ് ചെയ്തിട്ടുണ്ട്. അൾസറിന് എഗൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഡ്രഗ് ആണ് പൈറൻസെപ്പിനും ടീലൻസെപ്പിനും. സോ ഇറ്റ് ഇസ് M1 റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ഓക്കെ, എഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും അറിയാമല്ലോ അല്ലെ. എഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണോ, ഏത് കെമിക്കൽ കോമ്പൗണ്ട് വഴിയാണോ ആ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ആക്ടിവിറ്റി കിട്ടേണ്ടത്, ആ കോമ്പൗണ്ടിന് സെയിം ആക്ഷൻസ് തരുന്നത് എഗോണിസ്റ്റും. നമ്മുടെ കോമ്പൗണ്ട് ഇപ്പൊ ഇൻ കേസ് ഓഫ് ദിസ്
അസറ്റൈൽ കൊളീൻ ആണ് അല്ലെ. അപ്പൊ ആ ഒരു കോമ്പൗണ്ടിനെ ബൈൻഡ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ് ആന്റഗോണിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ? സോ അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ എ കോമ്പൗണ്ട് വിച്ച് വിൽ ബൈൻഡ് വിത്ത് ദ റിസപ്റ്റർ ആൻഡ് പ്രൊഡ്യൂസ് എ ആക്ഷൻ സിമിലർ ടു ദാറ്റ് ഓഫ് ദി കോമ്പൗണ്ട് ഇൻ കേസ് ഇറ്റ് ഇസ് അസറ്റൈൽ കൊളീൻ. ഓക്കെ, അപ്പൊ അസറ്റൈൽ കൊളീന്റെ അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ അസറ്റൈൽ കൊളീൻ നോർമലി മെസ്കാരനിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് ആക്ഷൻ തരും. അസറ്റൈൽ കൊളീനെ പോലെ ചില ഡ്രഗ് ലൈക്ക് പോക്സിട്രിമോണിൻ എന്ത് ചെയ്യുന്നു, മെസ്കാരനിക് റിസപ്റ്റേഴ്സിൽ ബൈൻഡ് ചെയ്തിട്ട് അസറ്റൈൽ കൊളീൻ എന്ത് ആക്ഷൻ ആണ് തരുന്നത് അത് തരുന്നു. അതാണ് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. അന്റഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ അസറ്റൈൽ കൊളീൻ ബൈൻഡ് ചെയ്താണ് ആക്ഷൻ തരുന്നത്. സോ അസറ്റൈൽ ബൈൻഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഡ്രഗ്സ് ആണ് ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പൈറൻസെപ്പിൻ ആൻഡ് ടീലൻസെപ്പിൻ. ദെൻ M2 റിസപ്റ്റേഴ്സിന്റെ കേസിൽ എന്താ അഗോണിസ്റ്റ് എന്ന് പറയുന്നത് മെത്താകോളിൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഡ്രഗ് ആണ് അല്ലെ മെത്താകോളിൻ. ദെൻ M2 റിസപ്റ്റേഴ്സിന്റെ കേസിൽ ആന്റഗോണിസ്റ്റ് വന്നിട്ട് എന്തായിരുന്നു മെത്തോട്രമീൻ ആൻഡ് ട്രൈപ്റ്റിട്രമീൻ. ഓക്കെ, ദെൻ M3 റിസപ്റ്റേഴ്സിന്റെ കേസിൽ അഗോണിസ്റ്റ് വന്നിട്ട് ബെത്താനക്കോൾ ആൻഡ് ആന്റഗോണിസ്റ്റ് വന്നിട്ട് സൊലിഫെനാസിൻ ആൻഡ് ഡാറിഫെനാസിൻ. അത്രയും കൂടി നമ്മൾ ഓർക്കാം. ഓക്കെ, അപ്പൊ കോളിനോ റിസപ്റ്റേഴ്സിലെ മെസ്കാരനിക് റിസപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. 3 ടൈപ്സ് ഉണ്ട്, M1, M2, M3. മെസ്കാരനിക് മെയിൻ ആയിട്ടും അതിൽ M1 മെയിൻ ആയിട്ട് എവിടെ കാണുന്നത്? M1 ഓട്ടോണോമിക് ഗാംഗ്ലിയ CNS. ആക്ഷൻ നിങ്ങൾക്ക് അറിയാം. ആക്ഷൻ ഓർക്കുമ്പോൾ ഗ്ലാൻസ് ഏത് ഗ്ലാൻസ് വന്നാലും സെക്രീഷൻസ് എൻഹാൻസ് ചെയ്യും. ആൻഡ് സ്മൂത്ത് മസിൽസ് വരുവാണെങ്കിൽ കോൺട്രാക്ട് ചെയ്യിക്കും. ദെൻ ഹാർട്ടിന്റെ കേസിൽ മാത്രം നെഗറ്റീവ് വരുന്നു. ഐന്റെ കേസിലും കോൺട്രാക്ഷൻ ആണ് ഓർ കൺസ്ട്രക്ഷൻ ആണ്, മിയോസിസ് വരുന്നു. ഓക്കെ, അങ്ങനെ ഓർത്താലും മതി. റിസപ്റ്ററിന്റെ ലൊക്കേഷനും കൂടി നമ്മൾ ഓർത്ത് വെക്കുക. ആൻഡ് ഏത് പ്രോട്ടീൻ റിസപ്റ്റർ ആണ്, ഏത് പ്രോട്ടീൻ റിസപ്റ്റർ കപ്പിൾഡ് ആണ് ഓരോ റിസപ്റ്ററും കൂടി ഓർക്കുക. അതായത് ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആണ്. M1ഉം M3ഉം GQ, M2 എന്ന് പറയുന്നത് GI ഓർ GO പ്രോട്ടീൻ കപ്പിൾഡ് ആണ്. ഓക്കെ, ദെൻ അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും കൂടി പഠിക്കാം. നെക്സ്റ്റ് ഇപ്പൊ നമ്മൾ മെസ്കാരനിക് റിസപ്റ്റേഴ്സ് പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. മെസ്കാരനിക് റിസപ്റ്റേഴ്സ് 3 ടൈപ്സ് ഉണ്ടായിരുന്നു അല്ലെ. ലൈക്ക് ദാറ്റ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്സ് ഉണ്ട്, NN-ഉം NM-ഉം. ഓക്കെ, NM റിസപ്റ്റേഴ്സും NN റിസപ്റ്റേഴ്സും ഉണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്നത് NM റിസപ്റ്റേഴ്സിനെ പറ്റിയാണ്. NM റിസപ്റ്റേഴ്സിനെ പറ്റിയാണ്. NM റിസപ്റ്റേഴ്സ് മെയിൻ ആയിട്ട് കാണുന്നത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മുടെ മസിൽ ജംഗ്ഷനിൽ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ കാണുന്നത് NM റിസപ്റ്റേഴ്സ് ആണ്. ആൻഡ് അവിടെ അതിന്റെ ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപോളറൈസേഷൻ ഓഫ് മസിൽ എൻഡ് പ്ലേറ്റ് ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽ. നമ്മുടെ കോളിനർജിക് റിസപ്റ്റേഴ്സിലല്ല, മെസറ്റൈൽ കോർണിയലിലെ കോൺട്രാക്ഷൻ ആക്ഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലാണ് നമ്മുടെ NM റിസപ്റ്റേഴ്സ് കാണുന്നത്. ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് കോൺട്രാക്ഷൻ ഓഫ് ദി സ്കെലറ്റൽ മസിൽ. ദെൻ NN റിസപ്റ്റേഴ്സിന്റെ കേസിൽ ഓട്ടോണോമിക് ഗാംഗ്ലിയയിലാണ് കാണുന്നത്. ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ഡീപോളറൈസേഷൻ, ഓൾസോ പോസ്റ്റ് ഗാംഗ്ലിയോണിക് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ അഡ്രീനൽ മെഡ്യൂലയിൽ കാണുന്നു. അഡ്രീനൽ ഗ്ലാൻഡിന്റെ മെഡ്യൂലയിലും NN റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്. കാറ്റക്കോളമീൻ അവിടെ റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത്. Then CNS കാണുന്നു സൈറ്റ് സ്പെസിഫിക് എക്സൈറ്റേഷൻ ഓർ ഇൻഹിബിഷൻ ആണ് വരുന്നത്. സൈറ്റ് അനുസരിച്ച് എക്സൈറ്റ് ചെയ്യണോ ഇൻഹിബിറ്റ് ചെയ്യണോ എന്നുള്ള ആക്ടിവിറ്റി അവിടെ തരും. ഓക്കെ, സിമ്പിൾ ആണ്. നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, NM-ഉം NN-ഉം. NM ആണ് ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ കാണുന്നത്, മസിൽ കോൺട്രാക്ട് ചെയ്യും. NN എന്ന് പറയുന്നത് ഓട്ടോണോമിക് ഗാംഗ്ലിയ, അഡ്രീനൽ മെഡുല ആൻഡ് CNS-ലാണ് കാണുന്നത്. Then ഇത് എന്ത് ടൈപ്പ് റിസപ്റ്റേഴ്സ് ആണ്? നിക്കോട്ടിനിക് റിസപ്റ്റർ. നമ്മൾ പറഞ്ഞു മസ്കാരനിക് റിസപ്റ്റേഴ്സ് എന്തായിരുന്നു? ജി പ്രോട്ടീൻ കപ്പിൾഡ് റിസപ്റ്റേഴ്സ് ആയിരുന്നു. ലൈക്ക് ദാറ്റ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് പറയുന്നത് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് ആണ്. ഓക്കെ, പറയുന്നത് ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽ റിസപ്റ്റേഴ്സ് ആണ്. ദെൻ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓക്കെ, സോഡിയം പൊട്ടാസ്യം ചാനൽസ് ആണ് NM റിസപ്റ്റേഴ്സിന്റെ കേസിൽ വരുന്നത്. NN ആവും സോഡിയം പൊട്ടാസ്യം കാൽഷ്യം ചാനൽ. അതായത് ഈ ചാനൽസിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വഴിയാണ് നമുക്ക് ആക്ടിവിറ്റി കിട്ടുന്നത്. അത്രയും സിമ്പിൾ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. ദെൻ അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും. NMന്റെ കേസിൽ അഗോണിസ്റ്റ് PT, MA ആൻഡ് നിക്കോട്ടിൻ. NNന്റെ കേസിലും നിക്കോട്ടിൻ വരുന്നുണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഇറ്റ് ഇസ് DMPP. ഓക്കെ, ദെൻ ആന്റഗോണിസ്റ്റ് വരുമ്പോൾ ട്യൂബോകുരാറിൻ, ഡിട്യൂബോകുരാറിൻ. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട്. ഡിട്യൂബോകുരാറിൻ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലെ NM റിസപ്റ്റേഴ്സിന്റെ ആന്റഗോണിസ്റ്റ് ആണ് ഡിട്യൂബോകുരാറിൻ, ട്യൂബോകുരാറിൻ എന്ന് പറയുന്നത്. ദെൻ വൺ മോർ തിങ് ഇസ് ദേർ, ആൽഫ ബെൻഗറോലോടോക്സിനും ഉണ്ട്. ഓക്കെ, ദെൻ NN റിസപ്റ്റേഴ്സിന്റെ കേസിൽ നമ്മുടെ ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്നത് ഹെക്സാമെത്തോണിയും ട്രൈമെത്തോഫാനും ആണ് ആന്റഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്.
ക്ലിയർ അല്ലേ? അപ്പം നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, എമ്മും ഉണ്ട് എന്നും ഉണ്ട്. എം എവിടെ കാണും? ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ കാണും, മസിലിനെ കോൺട്രാക്ട് ചെയ്യിക്കുന്നു. എൻ കാണുന്നത് ഓട്ടോണോമിക് ഗാംഗ്ലിയ, അഡ്രിനൽ ഗ്ലാൻഡ്സ് ആൻഡ് CNS. ഇത് രണ്ടും എന്താണ്? ലിഗാൻഡ് ഗേറ്റഡ് അയോൺ ചാനൽസ് ആണ്. അഗോണിസ്റ്റും ആന്റഗോണിസ്റ്റും കൂടി നമ്മൾ നോക്കാം. അപ്പൊ എത്രയായപ്പോ നമ്മുടെ റിസപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിരുന്നു. സിമ്പിൾ അല്ലേ? ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ മസ്കാരനിക് റിസപ്റ്റേഴ്സ് 3 ടൈപ്പ് ആയിരുന്നു, M1, M2 ആൻഡ് M3. അതിൽ M1 എവിടെയായിരുന്നു? മെയിൻ ആയിട്ട് ഓട്ടോണോമിക് ഗാംഗ്ലിയയിലും ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സിലും CNS-ലും. M2 എന്ന് പറയുന്നത് ഹാർട്ടിലും വിസറൽ സ്മൂത്ത് മസിൽസിലും. M3 ഇൻ ഐ, അതായത് ഐറിസ് ആൻഡ് സീലിയറി മസിൽ, വിസറൽ സ്മൂത്ത് മസിൽസ് ആൻഡ് വാസ്കുലർ എൻഡോത്തീലിയം. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ ആക്ഷൻസ് നോക്കാം. ദെൻ അത് കഴിഞ്ഞ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് എമ്മും എന്നും ഉണ്ട്. എം വന്നിട്ട് ന്യൂറോമസ്കുലാർ ജംഗ്ഷനിലും എൻ വന്നിട്ട് ഓട്ടോണോമിക് ഗാംഗ്ലിയയിലും CNS-ലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ആക്ഷൻസ് വരുമ്പോൾ എന്താ? നമുക്ക് ജസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലെ? ഐ മീൻ ഇപ്പോ ഐറിസ് അല്ലെങ്കിൽ ഐയിൽ ഐറിസ് ഉണ്ട്. ഐറിസിൽ എന്ത് ചെയ്യുന്നു? കോളിനോ റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ മസ്കാരനിക് റിസപ്റ്റേഴ്സ് ഐറിസിൽ കോൺട്രാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. പ്യൂപ്പിൾ കൺസ്ട്രക്ട് ചെയ്ത് മിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സീലിയറി മസിൽസും കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഗ്ലാൻസ്, ഇപ്പൊ സലൈവറി ഗ്ലാൻസ് വരുവാണ്. എക്സോക്രൈൻ ഗ്ലാൻസിന്റെ എല്ലാം സെക്രീഷൻസ് എൻഹാൻസ് ചെയ്യുന്നു. താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ട് ഉണ്ട് അല്ലെ? ഹാർട്ടിലെ നെഗറ്റീവ് ആക്ഷനാണ് വരുന്നത്, അതായത് കോൺട്രാക്ടിലിറ്റി കുറയ്ക്കും. ദെൻ ഓൾസോ ബ്ലഡ് പ്രഷർ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പൾസ് ജനറേഷൻ, കണ്ടക്ഷൻ എല്ലാം റിഡ്യൂസ് ചെയ്യും. ദെൻ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ സ്മൂത്ത് മസിൽസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യിക്കും. ദെൻ നമ്മുടെ CNS-ലാണെങ്കിൽ ലേണിംഗ്, മെമ്മറി, മോട്ടോർ ഫംഗ്ഷൻസ് ഒക്കെയാണ് തരുന്നത്. ദെൻ സ്കെലറ്റൽ മസിൽസിലാണെങ്കിലോ സ്കെലറ്റൽ മസിൽസിനെയും കോൺട്രാക്ട് ചെയ്യിക്കും വയ M റിസപ്റ്റേഴ്സ്, ന്യൂറോ മസ്കുലാർ പ്ലേറ്റിലുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ പാരാസിമ്പത്താറ്റിക് സിസ്റ്റം ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പാരാസിമ്പത്താറ്റിക്കലി കോളർജിക് സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കോളർജിക് സിസ്റ്റത്തിനെ പറ്റി കോളർജിക് റിസപ്റ്റേഴ്സ് പഠിച്ചു. അസറ്റൈൽ കോളിൻ ആണ് ഇതിന്റെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പഠിച്ചു. അസറ്റൈൽ കോളിൻ എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, എന്തൊക്കെ ഡ്രഗ് ആണ്, എന്തൊക്കെ ഡ്രഗ്സ് ആണ് ആ ഒരു പ്രോസസ്സിൽ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. കോളർജിക് റിസപ്റ്റേഴ്സ്, നിക്കോട്ടിനിക് ആൻഡ് മസ്കാരനിക് റിസപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ? നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കോളർജിക് ഡ്രഗ്സിനെ പറ്റിയാണ്. Okay, so cholinergic drugs can also be called as cholinomimetic drug or parasympathomimetic drug. Okay, cholinomimetic drugs or parasympathomimetic drugs. Okay, simple അല്ലേ? ഇത് ഈ ഒരു ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പല പേരിലും നമുക്ക് ചോദിക്കാം. അസറ്റൈൽ കോളിൻ ഏത് സിസ്റ്റത്തിലാണ് ആക്ട് ചെയ്യുന്നത്? കോളിനർജിക് ഡ്രഗ്സിനെ പാരാസിമ്പത്തോമിമെറ്റിക് ഡ്രഗ്സ് എന്ന് പറയും. അപ്പൊ ആ ഒരു സിനോണിമൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഓക്കെ, സോ കോളിനർജിക് ഡ്രഗ്സ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് കോളിനോമിമെറ്റിക് ഡ്രഗ്. അതായത് കോളിനർജിക് ഡ്രഗ്സ് അല്ലെങ്കിൽ കോളിനർജിക് സിസ്റ്റത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കോളിൻ ആണ്. സോ അസറ്റൈൽ കോളിനെ മിമിക് ചെയ്യുന്ന ഡ്രഗ്, അസറ്റൈൽ കോളിന്റെ ആക്ഷൻ എന്താണോ അതേ ആക്ഷൻസ് തരുന്ന ഡ്രഗ്, അതിനെയാണ് കോളിനോമിമെറ്റിക് ഡ്രഗ് എന്ന് പറയുന്നത്. കോളിന്റെ ആക്ഷനെ, അസറ്റൈൽ കോളിന്റെ ആക്ഷനെ മിമിക് ചെയ്യുന്ന ഡ്രഗ്. ഓർ പാരാസിമ്പത്തോമിമെറ്റിക് ഡ്രഗ്, നമ്മുടെ പാരാസിമ്പത്താറ്റിക് സിസ്റ്റത്തിലെ അസറ്റൈൽ കോളിൻ ഉണ്ട്, അതിന്റെ ആക്ഷൻസിനെ മിമിക് ചെയ്യുന്ന ഡ്രഗ്. ഓക്കെ, സോ കോളിനർജിക് ഡ്രഗ്സ് can also be called as cholinomimetic drug or parasympathomimetic drug. Okay, these drugs will produce action similar to that of the acetylcholine either by directly interacting with cholinergic receptors or by increasing the availability of acetylcholine at these sites. എന്താ പറഞ്ഞത്? കോളിനർജിക് ഡ്രഗ്സ് എന്ത് ചെയ്യും? രണ്ട് രീതിയിൽ കോളിനർജിക് ഡ്രഗ്സ് ആക്ട് ചെയ്യും. ഒന്നെങ്കിൽ കോളിനർജിക് അഗോണിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അതായത് അസറ്റൈൽ കോളിൻ പോയി ബൈൻഡ് ചെയ്ത് ആക്ഷൻ തരേണ്ടടുത്ത് നമ്മുടെ കോളിനർജിക് ഡ്രഗ്സ് പോയി ബൈൻഡ് ചെയ്ത് അസറ്റൈൽ കോളിൻ എന്ത് ആക്ഷൻ ആണോ തരുന്നത് അതേ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ കോളിനർജിക് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? കോളിനർജിക് ഡ്രഗ്സ് ഡയറക്ട്ലി ആക്ട് ചെയ്യാം ഓർ ഇൻഡയറക്ട്ലി ആക്ട് ചെയ്യാം. അപ്പൊ ഡയറക്ട്ലി ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ? നോർമലി അസറ്റൈൽ കോളിൻ പോയി റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് എന്ത് ആക്ഷൻ ആണോ തരേണ്ടത് അവിടെ തന്നെ നമ്മുടെ ഡ്രഗും പോയി ആക്ട് ചെയ്ത് സെയിം ആക്ഷൻ തരുന്നു. അങ്ങനെയുള്ളതാണ് കോളിനർജിക് അഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഇൻഡയറക്ട്ലി ആക്ട് ചെയ്യുന്നത് എങ്ങനെയാ? ഇൻക്രീസിങ് ദി അവൈലബിലിറ്റി ഓഫ് അസറ്റൈൽ കോളിൻ അറ്റ് ദി സൈറ്റ്, അഥവാ ആന്റികോളിനെസ്റ്ററേസ് ഓർ അസറ്റൈൽ കോളിന്റെ നമ്മുടെ അവൈലബിലിറ്റി എൻഹാൻസ് ചെയ്യുക. ഇഫക്റ്റർ സെൽ എവിടെയാണോ ആക്ടിവിറ്റി വേണ്ടത് അവിടെ നമ്മുടെ അസറ്റൈൽ കോളിന്റെ അവൈലബിലിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഡ്രഗ് ഉണ്ട്. അങ്ങനെയുള്ളതിനെയാണ് ആന്റികോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
Cholinergic drugs can be of two types, cholinergic agonist and anticholinesterase. അപ്പോൾ cholinergic agonist എന്ന് പറയുമ്പോഴേക്കും അസറ്റൈൽകോളിനെ പോലെ ആക്ഷൻ തരുന്ന ഡ്രഗ്. ആന്റികോളിനെസ്റ്ററേസ് എന്ന് പറയുമ്പോഴേക്കും റിസപ്റ്റർ സൈറ്റ്സിൽ അസറ്റൈൽകോളിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്. അപ്പൊ എങ്ങനെയാ അസറ്റൈൽകോളിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്? ആന്റികോളിനെസ്റ്ററേസ്, അതായത് കൊളിനെസ്റ്ററേസ് എൻസൈമിനെ ആന്റി, അതായത് ഓപ്പോസിറ്റ് ചെയ്യുന്നു. കൊളിനെസ്റ്ററേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്ത് വരുന്ന ഡ്രഗ്സ്. അപ്പൊ കൊളിനെസ്റ്ററേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുമ്പോഴേക്കും അസറ്റൈൽകോളിൻ ഡിപ്ലീറ്റ് ചെയ്ത് പോവില്ല. അസറ്റൈൽകോളിന്റെ ആക്ടിവിറ്റി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും. കൂടുതൽ ടൈം അസറ്റൈൽകോളിൻ അവിടെ നിൽക്കും, കൂടുതൽ ടൈം നമുക്ക് ആക്ഷൻ തരും. അങ്ങനെയുള്ളതാണ് ആന്റികോളിനെസ്റ്ററേസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? So cholinergic drugs can also be called as cholinomimetic drugs or parasympathomimetic drugs. അപ്പൊ രണ്ട് രീതിയിലുണ്ട് cholinergic drugs. cholinergic agonist, അതായത് അസറ്റൈൽകോളിന്റെ ആക്ഷൻ എന്താണോ അതുപോലെ വർക്ക് ചെയ്യുന്ന ഡ്രഗ് ഉണ്ട്. ആന്റികോളിനെസ്റ്ററേസ് എന്ത് ചെയ്യുന്നു? അസറ്റൈൽകോളിന്റെ അവൈലബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ആന്റികോളിനെസ്റ്ററേസ്, അതായത് കോളിനെസ്റ്ററേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അസറ്റൈൽകോളിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഡ്രഗ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം? കോളിനർജിക് അഗോണിസ്റ്റ് നോക്കാം. അപ്പൊ കോളിനർജിക് ഡ്രഗ്സിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് കോളിനർജിക് അഗോണിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ കോളിനർജിക് അഗോണിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അസറ്റൈൽകോളിൻ പോയി നിക്കോട്ടിനിക് ആൻഡ് മസ്കാരനിക് സൈറ്റ്സിൽ ബൈൻഡ് ചെയ്തിട്ട് അതേ ആക്ഷൻ തരുന്നു. അതുപോലെ അസറ്റൈൽകോളിന്റെ ആക്ഷനെ മിമിക് ചെയ്യുന്ന ഡ്രഗ്, അതായത് അസറ്റൈൽകോളിൻ പോയി ബൈൻഡ് ചെയ്യുന്നിടത്ത് ഈ പറയുന്ന ഡ്രഗ്സ് പോയി ബൈൻഡ് ചെയ്യുന്നു. അസറ്റൈൽകോളിൻ എന്ത് ആക്ഷൻ ആണോ തരുന്നത്, സെയിം ആക്ഷൻ തരുന്ന ഡ്രഗ് ആണ് കോളിനർജിക് അഗോണിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കൊളീൻ എസ്റ്റേഴ്സ് ആൻഡ് ആൽക്കലോയിഡ്, കൊളിനോമിമെറ്റിക് ആൽക്കലോയിഡ്സ് എന്ന് പറയാറുണ്ട്. കൊളീൻ എസ്റ്റേഴ്സ് ആൻഡ് കൊളിനോമിമെറ്റിക് ആൽക്കലോയിഡ്. അപ്പൊ കൊളീൻ എസ്റ്റേഴ്സിൽ ആയിരിക്കാം വരുന്നത് നമ്മുടെ എസിറ്റൈൽകൊളീൻ, മെത്താകൊളീൻ, കാർബക്കോൾ ആൻഡ് ബെത്താനക്കോൾ. ഏതൊക്കെയാ? അസറ്റൈൽകൊളീൻ, മെത്താകൊളീൻ, കാർബക്കോൾ ആൻഡ് ബെത്താനക്കോൾ. 4 ഡ്രഗ്സ് ആണ് കൊളീൻ എസ്റ്റേഴ്സിൽ വരുന്നത്. ഡ്രഗ് ഒക്കെ നമ്മൾ പറഞ്ഞു പഠിക്കുക കേട്ടോ. സ്പെല്ലിംഗ് അടക്കം പറഞ്ഞു പഠിക്കുക മാത്രമേ നമുക്ക് ബൈ ഹാർട്ട് ആവത്തുള്ളൂ. ദെൻ ആൽക്കലോയിഡ്സിൽ വരുന്ന ഏതൊക്കെയാ? പൈലോകാർപ്പിൻ, മസ്കാരിൻ ആൻഡ് അരക്കോളിൻ. പൈലോകാർപ്പിൻ, മസ്കാരിൻ ആൻഡ് അരക്കോളിൻ. അപ്പൊ ഇങ്ങനെയാണ് കോളിനർജിക് അഗോണിസ്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആൽക്കലോയിഡ്സും കൊളീൻ എസ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതില് റെഡ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് പ്രോട്ടോടൈപ്പ് ഡ്രഗ് ആണ്. അതായത് ഈ 2 ഡ്രഗ്സിനെ പറ്റി ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ബാക്കിയുള്ള ഡ്രഗ്സിന്റെ ഒരു എന്തെങ്കിലും പ്രത്യേകത മാത്രമായിരിക്കും നമ്മൾ എടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാലോ. കോളിനർജിക് അഗോണിസ്റ്റിന്റെ കൊളീൻ എസ്റ്റേഴ്സിനെ പറ്റി. ഇപ്പൊ കോളിനർജിക് അഗോണിസ്റ്റ് നമ്മൾ പഠിച്ചു അല്ലെ? അസറ്റൈൽകൊളീൻ, കാർബക്കോൾ, മെത്താനക്കോൾ, ബെത്താക്കോൾ ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ? ദെൻ അതിലെ പ്രോട്ടോടൈപ്പ് ആയിട്ടുള്ള അസറ്റൈൽകൊളീനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അസറ്റൈൽകൊളിന്റെ ആക്ഷൻസ് ആണ് വരുന്നത്. ആ റിസപ്റ്റർ പഠിച്ച ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ആക്ഷൻസ് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഐയിൽ എന്ത് ആക്ഷൻ ആണ്? അപ്പൊ ഐയിൽ ഏത് റിസപ്റ്റർ ആയിരുന്നു? M1, M2, M3, NM ആൻഡ് NM ഏതായിരുന്നു? ഐയില് M3 റിസപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ? M3 റിസപ്റ്റേഴ്സിൽ ഐയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞേ? മിയോസിസ്, ഐറിസ് കൺസ്ട്രിക്ട് ചെയ്യും ആൻഡ് ഓൾസോ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ആസ് എ റിസൾട്ട് അക്കോമഡേഷൻ ഫോർ നിയർ വിഷൻ, അതായത് നമ്മുടെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വിഷൻ കുറച്ചുകൂടി ക്ലിയർ ആക്കുന്ന പ്രോസസ് ആണ് അക്കോമഡേഷൻ ഫോർ നിയർ വിഷൻ എന്ന് പറയും. ഓക്കെ, സോ ഐയിൽ എന്ത് ചെയ്യുന്നു? മിയോസിസ് ആൻഡ് അക്കോമഡേഷൻ ഫോർ നിയർ വിഷൻ. നെക്സ്റ്റ് ഹാർട്ടിൽ എന്തായിരുന്നു? ഏത് റിസപ്റ്റർ ആയിരുന്നു? M2 റിസപ്റ്റേഴ്സ് അല്ലെ? ഹാർട്ടിലെല്ലാം നെഗറ്റീവ് ആക്ഷൻസ് ആണ് വരുന്നത്. അതായത് നെഗറ്റീവ് ഇനോട്രോപ്പി ആൻഡ് ഡിക്രീസസ് ദി ഹാർട്ട് റേറ്റ്. നെഗറ്റീവ് ഇനോട്രോപ്പി മീൻസ് ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇനോട്രോപ്പി is a term which is used to indicate decrease in heart rate and negative inotropy means decrease in heart rate. ക്ലിയർ അല്ലേ? സോ ഹാർട്ടില് നമ്മുടെ M2 റിസപ്റ്റേഴ്സ് വഴി ഹാർട്ട് റേറ്റ് ഡിക്രീസ് ചെയ്യും. ദെൻ ബ്ലഡ് വെസൽസിൽ ഏതായിരുന്നു? M3 റിസപ്റ്റേഴ്സ് ആയിരുന്നു അല്ലെ? M3 റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? vasodilation due to the release of endothelium relaxing factor, nitric oxide and endothelium dependent releasing factors release ചെയ്ത് vasodilation നടക്കുന്നു. As a result of this vasodilation എന്ത് സംഭവിക്കും? blood pressure reduce ചെയ്യും. Okay, so clear അല്ലേ? That is about blood vessel. blood vessels ഏത് റിസപ്റ്റർ ആയിരുന്നു? M3 റിസപ്റ്റേഴ്സ്. blood vessels റിലീസ് ചെയ്യും, ഐ മീൻ റിലാക്സ് ചെയ്യും. ആസ് എ റിസൾട്ട് നമുക്ക് ബ്ലഡ് പ്രഷർ കുറയും. നെക്സ്റ്റ് പറയുന്നത് ലങ്സിൽ ഏതൊക്കെയാ? ലങ്സിൽ നമ്മൾ പറഞ്ഞത് വിസറൽ സ്മൂത്ത് മസിൽസിന്റെ കേസ് പറഞ്ഞിരുന്നു അല്ലെ? വിസറൽ സ്മൂത്ത് മസിൽസിൽ M2 റിസപ്റ്റേഴ്സും M3 റിസപ്റ്റേഴ്സും പ്രസന്റ് ആണ്. ഇവിടെ ലങ്സിന്റെ കേസ് എടുക്കുമ്പോൾ M2 റിസപ്റ്റേഴ്സ് വഴി
ബ്രോങ്കിയോൾസിൽ M2 റിസപ്റ്റേഴ്സ് ഉണ്ട്, ഗ്ലാൻസിലും M3 റിസപ്റ്റേഴ്സ് ഉണ്ട്. ആസ് എ റിസൾട്ട് എന്ത് ചെയ്യുന്നു? കോൺട്രാക്ഷൻ, ബ്രോങ്കോസ്പാസം, മസിൽ കോൺട്രാക്ട് ചെയ്യും, ബ്രോങ്കോസ്പാസം ഉണ്ടാവും. സോ ആസ്മാറ്റിക് പേഷ്യൻസിൽ നിന്ന് അസറ്റൈൽകോളിൻ ഓവർ ആയി കഴിഞ്ഞാൽ അത് കോൺട്രാഇൻഡിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് M2 receptors on lung, it will produce bronchospasm and also mucus secretions increase ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് GI ട്രാക്റ്റിലാണ്. GI ട്രാക്റ്റിൽ ഫസ്റ്റ് ഏതായിരുന്നു? M1 റിസപ്റ്റേഴ്സ് പറഞ്ഞിരുന്നു സ്റ്റൊമക്കിലും. ദെൻ ഓൾസോ വിസറൽ സ്മൂത്ത് മസിൽസ് എന്നുള്ള കേസിൽ M2 റിസപ്റ്റേഴ്സും M3 റിസപ്റ്റേഴ്സും ആൻഡ് ഗ്ലാൻസിലും പ്രസന്റ് ആണ്. ഇവർ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് increase the gastric acid secretion. Gastric acid നമ്മൾ exocrine glands ന്റെ കേസ് പറഞ്ഞായിരുന്നു അല്ലെ. സോ gastric acid secretions കൂടും. Then intestinal peristalsis കൂടും. ഈ കോൺട്രാക്റ്റീവ് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ intestinal peristaltic ആക്ഷൻ കൂടും. ആസ് എ റിസൾട്ട് നമുക്ക് abdominal cramps ഉണ്ടാവും and involuntary defecation and diarrhea ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പെരിസ്റ്റാൾസിസ് കൂടുന്നതുകൊണ്ട് തന്നെ ഇൻവോളണ്ടറി നമ്മൾ അറിയേണ്ടത് തന്നെ ഡെഫിക്കേഷൻ സംഭവിക്കും ആൻഡ് ഡയറിയ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. Then ഗ്ലാൻസിൽ എന്ത് ചെയ്യുന്നു? മ്യൂക്കസ് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യിക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ GI ട്രാക്റ്റിന്റെ കേസ് പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് യുറേറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡറിലാണ്. യുറേറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡറിന്റെ കേസിൽ contraction of the detrusor muscle and relaxation of the trigone sphincter, voiding edus and urinary incontinence. അതായത് സിംപ്ലി പറഞ്ഞാൽ യൂറിനേഷൻ നടക്കും, സെക്രീഷൻസ് എല്ലാം കൂട്ടും എന്ന് പറഞ്ഞു. സോ യൂറിനേഷൻ നടക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ഡെട്രൂസർ മസിൽസ് കോൺട്രാക്ട് ചെയ്യിക്കുന്നു ആൻഡ് ട്രൈഗോൺ ആൻഡ് സ്ഫിങ്ക്ചേഴ്സ് റിലാക്സ് ചെയ്യിക്കുന്നതാണ്. അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡറിന്റെ കേസിൽ ഇത് നമ്മുടെ ഡെട്രൂസർ മസിൽസും ഇവിടെയാണ് സ്ഫിങ്ക്ചേഴ്സും ട്രൈഗോൺ മസിൽസും വരുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് ഓർത്തോക്കെ, ഇൻവോളണ്ടറി നമ്മൾ അറിയാണ്ട് തന്നെ യൂറിനേഷൻ നടക്കും. അപ്പൊ ഈ ഡെട്രൂസർ മസിൽസ് കോൺട്രാക്ട് ചെയ്യും, ട്രൈഗോൺ മസിൽസ് റിലാക്സ് ചെയ്യും. അങ്ങനെയാണ് ഉള്ളിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള യൂറിൻ പുറത്തേക്ക് പോകുന്നത്. നമ്മൾ അറിയേണ്ടത് തന്നെ യൂറിനേഷൻ നടക്കുന്നത്. ഓക്കെ, സോ യുറേറ്റർ ആൻഡ് യൂറിനറി ബ്ലാഡറിൽ എന്ത് സംഭവിക്കുന്നു? കോൺട്രാക്ഷൻ ഓഫ് ദി ഡെട്രൂസർ മസിൽ ആൻഡ് റിലാക്സേഷൻ ഓഫ് ട്രൈഗോൺ മസിൽസ് ആൻഡ് സ്ഫിങ്ക്ചേഴ്സ്. ആസ് എ റിസൾട്ട് ഇൻവോളണ്ടറി യൂറിനേഷൻ നടക്കും, വോയിഡിങ് ആൻഡ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അത് അറിയേണ്ടത് തന്നെ നമ്മൾ ചെറിയൊരു ആക്ഷൻ ചെയ്യുമ്പോൾ, സ്നീസിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ യൂറിനേഷൻ നടക്കുന്ന പ്രോസസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഗ്ലാൻസ്. ഗ്ലാൻസിൽ എന്താ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സോ ഗ്ലാൻസിൽ സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസിങ് സെക്രീഷൻ. എക്സോക്രൈൻ ഗ്ലാൻസിൽ സെക്രീഷൻസ് കൂടുന്നു പറഞ്ഞു. സോ സ്വെറ്റിംഗ് കൂടുതലായിട്ട് നടക്കും, സെലൈവേഷൻ, ലാക്രിമേഷൻ എല്ലാം കൂടുതലായിട്ട് നടക്കും. ദെൻ നെക്സ്റ്റ് പറഞ്ഞ എന്താ? ഓട്ടോണോമിക് ഗാംഗ്ലിയ. ഓട്ടോണോമിക് ഗാംഗ്ലിയയിൽ നമ്മുടെ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? സൈറ്റ് സ്പെസിഫിക് ആക്ഷൻ ആണ് തരുന്നത്. സൈറ്റ് സ്പെസിഫിക് ആൻഡ് ഡോമിനേറ്റ് ബേസിസ് എക്സൈറ്റേഷൻ ആൻഡ് ഇൻഹിബിഷൻ. എവിടെയാണോ അതനുസരിച്ചായിരിക്കും എക്സൈറ്റേഷൻ ആണോ ഇൻഹിബിഷൻ ആണോ എന്നുള്ളത് വരുന്നത്. ലാസ്റ്റ് വൺ ന്യൂറോ മസ്കുലാർ എൻ പ്ലേറ്റിലായിരുന്നു. എൻ ഏത് റിസപ്റ്റർ ആയിരുന്നു? ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ M റിസപ്റ്റർ ആയിരുന്നു അല്ലെ. M റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? മസിൽ കോൺട്രാക്ട് ചെയ്യുന്നു. ഹൈ ഡോസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? മസിൽ ഫാസ്റ്റിക്കുലേഷൻ, അതായത് ഫാസ്റ്റ് ആയിട്ട് മസിൽ കോൺട്രാക്ട് ചെയ്യും. സിമ്പിൾ അല്ലെ? ദാറ്റ് ഈസ് അബൌട്ട് ദി ആക്ഷൻ. ആക്ഷൻസ് നമ്മൾ റിസപ്റ്റർ പഠിച്ച ആൾക്ക് ഓർക്കാൻ കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അസറ്റൈൽ കൊളീൻ കോളിനർജിക് സിസ്റ്റത്തിന്റെ ആക്ഷൻ ആണ്. സോ കൂടുതലും കോൺട്രാക്ഷൻസ് ആണ് വരുന്നത്. ലൈക്ക് ഇപ്പം നമ്മുടെ ഐ എടുക്കുവാണെങ്കിൽ ഐറിസ് അല്ലെ, ഐറിസ് എന്ത് ചെയ്യുന്നു? കൺസ്ട്രിക്ട് ചെയ്യുന്നു ആൻഡ് ഓൾസോ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നു. ഗ്ലാൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ സെക്രീഷൻസ് കൂടുന്നു. സ്കെൽറ്റൽ മസിൽ ആണെങ്കിൽ കോൺട്രാക്ഷൻസ് കൂടുന്നു. ദെൻ നമ്മൾ ആകെ ഒരു നെഗറ്റീവ് ആക്ഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ ബ്ലഡ് വെസൽസിലും ഹാർട്ടിലും. ഹാർട്ടിലാണെങ്കിൽ എന്താ? ഹാർട്ട് റേറ്റ് കുറയും. ബ്ലഡ് വെസൽസിലാണെങ്കിൽ എൻഡോത്തീലിയൽ ഡിപ്പെൻഡന്റ് റിലീസിംഗ് ഫാക്ടർ റിലീസ് ചെയ്ത് വാസോ ഡയലറ്റേഷൻ നടന്ന് BP കുറയും. ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ എന്തൊക്കെ ഓർഗൻസ് ഉണ്ടോ അതിൽ എന്തൊക്കെ ആക്ഷനാണ് അസറ്റൈൽ കോളിൻ തരുന്നതെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ. പിന്നെ ഇവിടെ നമുക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു പോർഷനാണ് ഈ മിയോസിസും മിഡ്രിയാസിസും. അസറ്റൈൽ കോളിൻ ആണോ അഡ്രിനാലിൻ ആണോ മിയോസിസ് വരുന്നതെന്ന് പലർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു പോകാറുണ്ടല്ലേ. അതിന് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. അസറ്റൈൽ കൊളീനും ഉണ്ട്, അഡ്രിനാലിനും ഉണ്ട് അല്ലെ. അപ്പൊ അഡ്രിനാലിൻ വെച്ചിട്ടാണ് ഓർക്കാൻ ഈസി. അഡ്രിനാലിൻ വിൽ പ്രൊഡ്യൂസ് മിഡ്രിയാസിസ്. എന്താ പറഞ്ഞേ? അഡ്രിനാലിൻ, അവിടെ D ഉണ്ട്. ദേ വിൽ പ്രൊഡ്യൂസ് മിഡ്രിയാസിസ്. അഡ്രിനാലിൻ മിഡ്രിയാസിസ് പ്രൊഡ്യൂസ് ചെയ്യും. മിഡ്രിയാസിസ് എന്ന് പറയുന്നത് എന്താ? ഡയലേഷൻ ഓഫ് പ്യൂപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ലൈൻ പഠിച്ചാൽ നമുക്ക് അസറ്റൈൽ കോളിന്റെ ആക്ഷൻ ഓർക്കും. അഡ്രിനാലിൻ വിൽ പ്രൊഡ്യൂസ് മിഡ്രിയാസിസ്. അപ്പൊ മിഡ്രിയാസിസ് മീൻസ് അവിടെയും D വരുന്നുണ്ട്. സോ ഡയലറ്റേഷൻ ഓഫ് പ്യൂപ്പിൾ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആക്ഷൻ ആയിരിക്കും അസറ്റൈൽ കോളിൻ. അപ്പൊ അസറ്റൈൽ കോളിൻ വിൽ പ്രൊഡ്യൂസ് മിയോസിസ്
Meiosis എന്ന് പറയുമ്പോൾ എന്താ? Constriction of pupil ആണ് പറയുന്നത്. Okay, so adrenaline will produce mydriasis or dilatation of pupil, but acetylcholine will produce meiosis or constriction of pupil. Okay, അപ്പൊ ക്ലിയർ അല്ലേ? ഇനി അത് മാർക്കില്ലല്ലോ. അഡ്രിനാലിൻ, മിഡ്രിയാസിസ്, ഡയലറ്റേഷൻ. ആ ഒരു ലൈൻ പഠിച്ചാൽ മതി, രണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈൻ പഠിക്കുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആണ് അസറ്റൈൽകോളിൻ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർക്കാം. ഓക്കെ, സോ അഡ്രിനാലിൻ, മിഡ്രിയാസിസ്, ഡയലറ്റേഷൻ. അപ്പൊ ഓപ്പോസിറ്റ് വരുമ്പോൾ അസറ്റൈൽകോളിൻ, അവിടെ മിഡ്രിയാസിസ് ആണെങ്കിൽ ഇവിടെ മിയോസിസ്, ആൻഡ് ദാറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് അസറ്റൈൽകോളിന്റെ ആക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അസറ്റൈൽകോളിന്റെ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സൈഡ് ഇഫക്ട്സ് ആണ്, ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ്. അഡ്വേഴ്സ് ഇഫക്ട്സ് പഠിക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. ആക്ഷൻസിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആണ് നമ്മുടെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആയിട്ട് യൂഷ്വലി കണ്ടുവരാറുള്ളത്. ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് എടുത്തു പറയാം. ഇവിടുത്തെ കേസിൽ ഇപ്പൊ നോക്കിയേ, ഫസ്റ്റ് വൺ ഇസ് മിയോസിസ്, ഐയിലുള്ള ആക്ഷൻ. Okay, meiosis mean constriction of pupil, അറിയാം. Then lacrimation, sweating, abdominal cramps, abdominal and muscle cramps, diarrhea, involuntary defecation, micturition and bronchospasm, bradycardia. ഇതെല്ലാം നമുക്ക് ആക്ഷൻസ് നിന്ന് കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ നോക്കിയേ, ഐയുടെ കേസിൽ മിയോസിസ് ജനറേറ്റ് ചെയ്യും, ദാറ്റ് ഇസ് ഓൾസോ ആൻ അഡ്വേഴ്സ് എഫക്ട്. ദെൻ സെക്രീഷൻസ് എടുക്കുകയാണെങ്കിൽ സെക്രീഷൻസ് എല്ലാം കൂട്ടും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സെക്രീഷൻസ് നമുക്ക് ഓർത്ത് വെക്കാൻ ഒരു കോഡ് പറയാം. സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും, നമുക്ക് സ്ലൂഡ് എന്ന് ഓർക്കാം. ഓക്കെ, സ്ലൂഡ് മീൻസ് S for salivation, L for lacrimation, U for urination, D for involuntary defecation and excretion, E for excretion. Okay, so secretions എല്ലാം തന്നെ അസറ്റൈൽകോളിൻ or cholinergic drugs increase ചെയ്യും. Salivation, lacrimation, salivation, sweating അവിടെ നമുക്ക് പറയാം. Salivation, sweating, lacrimation, urination, defecation, excretion എല്ലാം കൂട്ടും. Then മസിലിന്റെ കേസിലേക്ക് വരുമ്പോൾ എന്താ? മസിൽ കോൺട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ് ഒക്കെയാണ് കോൺട്രാക്ട് ചെയ്യുന്നതെങ്കിൽ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. Then excretion വരുന്നതാണ് നമ്മുടെ ഡയേറിയ എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി ഡെഫിക്കേഷൻ അതും പറഞ്ഞിരുന്നു. ദെൻ മിക്ചറേഷൻ മീൻസ് യൂറിനേഷൻ, നമ്മൾ അറിയേണ്ടത് തന്നെ യൂറിൻ പോകുന്ന കണ്ടീഷൻ. ആൻഡ് ബ്രോങ്കോസ്പാസം, ബ്രോങ്കിയോൾ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന കാരണം ബ്രോങ്കോസ്പാസം ഉണ്ടാവുന്നു. ആൻഡ് ബ്രാഡികാർഡിയ, അപ്പൊ ഹാർട്ടിലെ നെഗറ്റീവ് ആക്ഷൻ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ബ്രാഡികാർഡിയ മീൻസ് ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് കുറയുന്ന കണ്ടീഷൻ. ഓക്കെ, ബാക്കി എല്ലായിടത്തും നോർമലി കൂടുന്നതാണ്. ഹാർട്ട് റേറ്റ് മാത്രമാണ് കുറയുന്നത്, അതായത് ഹാർട്ടിൽ മാത്രമാണ് നെഗറ്റീവ് ആക്ഷൻ വരുന്നത്. ആൻഡ് ഓൾസോ ഇൻ ബ്ലഡ് വെസൽസ്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് അസറ്റൈൽകോളിൻ ചോദിക്കുമ്പോൾ ഐയില് മിയോസിസ്, ദെൻ സെക്രീഷൻസ് എല്ലാം ഇൻക്രീസ് ചെയ്യും. സ്ലൂഡ്, സലൈവേഷൻ, സ്വെറ്റിംഗ്, ലാക്രിമേഷൻ, യൂറിനേഷൻ, ഡെഫിക്കേഷൻ, എക്സ്ക്രീഷൻ എല്ലാം കൂട്ടും. ദെൻ മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്യും, സോ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും. ദെൻ ഓൾസോ ബ്രോങ്കിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്രോങ്കോസ്പാസം ഉണ്ടാവും. ദെൻ ഹാർട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഹാർട്ടിൽ ബ്രാഡികാർഡിയ ഉണ്ടാക്കും, ഓർ ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. അപ്പൊ ഇതും തിരിഞ്ഞു പോകാം കേട്ടോ. ബ്രാഡികാർഡിയ ഇസ് ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്, ടാക്കികാർഡിയ ഇസ് ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. ടാക്കികാർഡിയ ടി ആണല്ലോ, അപ്പൊ നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നു, ഇൻക്രീസ് ഇൻ ഹാർട്ട് റേറ്റ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് അബൌട്ട് ദി അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് അസറ്റൈൽകോളിൻ. നമ്മൾ ജസ്റ്റ് യൂസസ് കൂടി പറയുവാണ്. ആക്ച്വലി അസറ്റൈൽകോളിൻ എന്ന് പറയുന്ന ഡ്രഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. കൊളിൻ എസ്റ്റേഴ്സ് ആർ റെയർലി ഇഫ് ക്ലിനിക്കലി യൂസ്ഡ്, അതായത് അസറ്റൈൽകോളിൻ യൂസ് ചെയ്യാറില്ല. അസറ്റൈൽകോളിൻ ഓൾസോ കാർബക്കോൾ, ബെത്താനക്കോൾ പോലുള്ള ഡ്രഗ്സ് യൂഷ്വലി യൂസ് ചെയ്യാറില്ല. 1-2 സ്പെസിഫിക് യൂസസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. Choline esters are rarely if ever clinically used. Acetylcholine is not used. അപ്പം അതിൽ നമ്മൾ വരുന്ന മെത്താക്കോളിനും കാർബക്കോളും യൂസ് ചെയ്യുന്നുണ്ട്. അസറ്റൈൽകോളിൻ യൂസ് ചെയ്യാറേയില്ല. അസറ്റൈൽകോളിൻ is not used because of its non-selective action. അതായത് നിക്കോട്ടിനിക് ആൻഡ് മസ്കാരനിക് റിസപ്റ്റേഴ്സ് എല്ലായിടത്തും പോയി ബൈൻഡ് ചെയ്ത ആക്ഷൻ തരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അസറ്റൈൽകോളിൻ കോമൺലി യൂസ് ചെയ്യാറില്ല. അപ്പൊ എന്താ നമ്മൾ യൂസ് ചെയ്യുന്നത്? മെത്താക്കോളിൻ. മെത്താക്കോളിൻ was occasionally used to terminate paroxysmal supraventricular tachycardia. അതായത് നോർമൽ ആയിട്ട് നമ്മുടെ ടാക്കികാർഡിയ, ഹാർട്ട് റേറ്റ് കൂടുന്ന കണ്ടീഷൻ ആണ് പാരോക്സിസിമൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ എന്ന് പറയാം. അപ്പൊ നമ്മൾ നേരത്തെ അഡ്വേഴ്സ് എഫക്റ്റ് പഠിച്ചപ്പോഴും ഇഫക്റ്റ് പഠിച്ചപ്പോഴും പറഞ്ഞായിരുന്നു അല്ലെ, ഹാർട്ട് റേറ്റ് കുറയ്ക്കും ആര്? അസറ്റൈൽകോളിൻ. ആൻഡ് കോളിനോമിമെറ്റിക് ഡ്രഗ്സ്. സോ മെത്താക്കോളിൻ പാരോക്സിസിമൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ കണ്ടീഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഒബ്സലേറ്റ്, അതായത് ഇപ്പൊ അധികം യൂസ് ചെയ്യാറില്ല. കോമൺ യൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല. ദാറ്റ് ഈസ് അബൌട്ട് ദി യൂസസ്. ദെൻ
നമ്മൾ ബാക്കി പറഞ്ഞ രണ്ട് ഡ്രഗ് കൂടി നോക്കുവാണ്, ബെത്താനെക്കോളും കാർബെക്കോളും. ഓക്കെ, ബെത്താനെക്കോളിന്റെ കേസ് പറയുവാണെങ്കിൽ യൂസസ് മാത്രം ജസ്റ്റ് നോക്കി പോയാൽ മതി. ഇൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഓർ പോസ്റ്റ് പാർട്ടം നോൺ ഒബ്സ്ട്രക്റ്റീവ് യൂറിനറി റിട്ടൻഷൻ. അതായത് ചില പേഷ്യൻസിന് ആഫ്റ്റർ സർജറി, എന്തെങ്കിലും ഒരു സർജറിക്ക് ശേഷം യൂറിനേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല, യൂറിനറി യൂറിൻ റിട്ടൻ ചെയ്ത് നിൽക്കും, യൂറിൻ പ്രോപ്പർ ആയിട്ട് പോകത്തില്ല. അന്നേരം നമ്മൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബെത്താനെക്കോൾ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. എവിടേക്കാ? പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒരു പോസ്റ്റ് പാർട്ടം ആഫ്റ്റർ ഡെലിവറി ഓൾസോ നോൺ ഒബ്സ്ട്രക്റ്റീവ് യൂറിനറി റിട്ടൻഷന്റെ കണ്ടീഷനിൽ നമ്മൾ ബെത്താനെക്കോൾ കൊടുക്കാറുണ്ട്. ഓൾസോ എവിടെയാ? ന്യൂറോജനിക് ബ്ലാഡർ ടു പ്രൊമോട്ട് യൂറിനേഷൻ പ്രൊമോട്ട് ചെയ്യും. ദെൻ കൺജനൈറ്റൽ മെഗാകോളോൺ ആൻഡ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസോർഡറിലും ബെത്താനെക്കോൾ കൊടുക്കാറുണ്ട്. കൺജനൈറ്റൽ മെഗാകോളോൺ എന്ന് പറയുമ്പോൾ കോളോണിന്റെ ഒരു ഡിഫക്റ്റ് കാരണം നമ്മുടെ ഡെഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാണ്ട് വരും, അന്നേരം നമ്മൾ ബെത്താനെക്കോൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് യൂസസ് ഓഫ് ബെത്താനെക്കോൾ. ദെൻ സൈഡ് എഫക്ട്സ് വരുമ്പോൾ എന്താ? ബെൽച്ചിങ് എന്ന് പറയുന്നത് ആക്ച്വലി ബർപ്പിംഗ് ആണ്, നമ്മൾ ബർപ്പ് ചെയ്യുമല്ലോ, അതിനെയാണ് ബെൽച്ചിങ് എന്ന് പറയുന്നത്. ദെൻ കോളിക് എന്ന് പറയുമ്പോൾ പെയിൻ, നമ്മുടെ അബ്ഡോമിനൽ ക്രാംസ് പോലുള്ള പെയിൻ. ദെൻ ഇൻവോളണ്ടറി യൂറിനേഷൻ, അതൊക്കെ നമ്മൾ ഇഫക്റ്റിൽ പഠിച്ചതായിരുന്നു അല്ലെ, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇൻവോളണ്ടറി യൂറിനേഷൻ ആൻഡ് ഡെഫിക്കേഷൻ. ഫ്ലഷിംഗ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ വാസ്കുലാർ എൻഡോത്തീലിയത്തിൽ നിന്നും എൻഡോത്തീലിയൽ ഡിപെൻഡന്റ് റിലീസിംഗ് ഫാക്ടർ റിലീസ് ചെയ്യുന്നുണ്ട് എൻഡോത്തീലിയൽ വാൾസ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ, ബ്ലഡ് കൂടുതൽ റഷ് ചെയ്ത് പോകും, അതുകൊണ്ട് തന്നെ ഫ്ലഷിംഗ് നടക്കാറുണ്ട്. ആൻഡ് സ്വെറ്റിംഗ്, സെക്രീഷൻസ് കൂടാറുണ്ട്. ആൻഡ് ഓൾസോ ഫോൾ ഇൻ BP, ബ്രോങ്കോ സ്പാസം, മസിൽ കോൺട്രാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ബ്രോങ്കോ സ്പാസം ഉണ്ടാവും. ആൻഡ് വാട്ട് ഇസ് ദ ഡോസ്? 10 to 40 milligram ഓറൽ, 2.5 to 5 milligram SC, that is subcutaneously. Then just രണ്ട് നമ്മുടെ ബ്രാൻഡ് നെയിംസ് പറയുന്നു, യൂറോടോണിൻ ആൻഡ് ബെത്താനെക്കോൾ. 25 mg ടാബ്ലറ്റ്സ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് അബൌട്ട് ബെത്താനെക്കോൾ. കോമൺലി കൊടുക്കുന്നത് നോൺ ഒബ്സ്ട്രക്റ്റീവ് യൂറിനറി റിട്ടൻഷന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കാർബെക്കോൾ ആണ്. കാർബെക്കോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഒക്യുലാർ യൂസ് മാത്രമാണ്, അതായത് ഒഫ്താൽമിക് സർജറി കഴിഞ്ഞിട്ട് ഒഫ്താൽമിക് റിലേറ്റഡ് യൂസ് ആണ് വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? മിയോസിസ് ഇൻഡ്യൂസ് ചെയ്യാൻ, അതായത് പ്യൂപ്പിള് കൺസ്ട്രക്ട് ചെയ്ത് നിൽക്കേണ്ട കണ്ടീഷനിൽ നമ്മൾ കാർബെക്കോൾ ആണ് കൊടുക്കാറുള്ളത്. ടു ഇൻട്രാ ആൻഡ് ഓൾസോ to reduce the intraocular pressure in the treatment of glaucoma. ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റിൽ ഇൻട്രാഓക്കുലർ പ്രഷർ കുറയ്ക്കും. എങ്ങനെയാ? സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഡ്യൂ ടു ദിസ് നമ്മൾ ഇൻട്രാഓക്കുലർ പ്രഷർ റിഡ്യൂസ് ചെയ്യും. ആൻഡ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെന്റിനും കാർബെക്കോൾ കൊടുക്കാവുന്നതാണ്. ദെൻ കാർബെക്കോൾ is also used to stimulate micturition by contraction of detrusor muscle. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂറിനറി റിട്ടൻഷൻ ആ കണ്ടീഷനിൽ മിക്ചുറേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി, യൂറിനേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കാർബെക്കോൾ കൊടുക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് അബൌട്ട് കാർബെക്കോൾ. നമ്മൾ യൂഷ്വലി ഒഫ്താൽമിക് യൂസ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു? നമ്മൾ കോളർജിക് ഡ്രഗ്സ് ആയിരുന്നു അല്ലെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നെർവസ് സിസ്റ്റം എന്തൊക്കെയാന്ന് പറഞ്ഞു. നെർവസ് സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതിൽ CNS ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ PNSനകത്തുള്ള ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നു. കോളിനർജിക് ആൻഡ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റം ആയിട്ട് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അപ്പൊ എങ്ങനെയായിരുന്നു നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ഓർത്തിരുന്നത്? പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തില് അസറ്റൈൽ കൊളീൻ, ദെൻ സിമ്പത്താറ്റിക് നെർവസ് സിസ്റ്റത്തില് അഡ്രിനാലിൻ വന്നിരുന്നു അല്ലെ. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നോക്കിയത് എന്തായിരുന്നു? നമ്മുടെ അസറ്റൈൽ കൊളീന്റെ സിന്തസിസ് ആയിരുന്നു അല്ലെ. അസറ്റൈൽ കൊളീന്റെ സിന്തസിസും സ്റ്റോറേജും ഡിസ്ട്രക്ഷനും നമ്മൾ നോക്കിയിരുന്നു. ദെൻ ജസ്റ്റ് ഈ ഒരു സ്ലൈഡ് നോക്കുന്നുണ്ടോ? ഏതൊക്കെ ഡ്രഗ്സ് ആയിരുന്നു? ഫസ്റ്റ് വൺ കൊളീൻ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഏതായിരുന്നു? കൊളീൻ അപ്ടേക്ക് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഹെമികൊളിനിയം അല്ലെ. ദെൻ കൊളീൻ വെസിക്കിളിനുള്ളിലേക്ക് പോകുന്നത്, അസറ്റൈൽ കൊളീൻ വെസിക്കിളിനുള്ളിലേക്ക് പോകുന്നത് ബെസാമിക്കോൾ. ദെൻ റിലീസ് പ്രിവെന്റ് ചെയ്യുന്നത് ബോട്ടുലിനം ടോക്സിൻ. റിലീസ് എൻഹാൻസ് ചെയ്യുന്നത് ഏതായിരുന്നു? ബ്ലാക്ക് വിഡോ സ്പൈഡർ ടോക്സിൻ. ദെൻ ആഫ്റ്റർ റിലീസ് എന്ത് ചെയ്യുന്നു? അസറ്റൈൽ കൊളീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ് എൻസൈം. അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്നത് ആന്റി കൊളീൻ എസ്റ്ററേസ് ഡ്രഗ്. ഓക്കെ. ദെൻ
അതിനുശേഷം നമ്മൾ ബോട്ടുലിനം ടോക്സിനെ പറ്റി പഠിച്ചു. 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ആയിട്ടും ഡിസ്പോട്ട് ഇഞ്ചക്ഷൻ ആയിട്ടും നമ്മൾ കൊടുക്കാറുണ്ട്. ചില സ്പാസ്റ്റിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനാണ് കൊടുക്കുക. അത് മസിൽ ഓവറായിട്ട് കോൺട്രാക്ട് ചെയ്യുന്ന കണ്ടീഷനിലാണ് നമ്മൾ ബോട്ടുലിനം ടോക്സിൻ കൊടുക്കാറുള്ളത്. ആൻഡ് ഓൾസോ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ കൊളീൻ എസ്റ്ററേസ് എൻസൈമിനെ പറ്റി പഠിച്ചു. 2 ടൈപ്പ് ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ട്രൂ കൊളീൻ എസ്റ്ററേസും സ്യൂഡോ കൊളീൻ എസ്റ്ററേസ്. തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് നമ്മുടെ റിസപ്റ്റേഴ്സിനെ പറ്റി പഠിച്ചത് അല്ലെ. കൊളിനോ റിസപ്റ്റേഴ്സിനെ പറ്റി പഠിച്ചു. മെസ്കാരനിക് ആൻഡ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. മെസ്കാരനിക് തന്നെ M1, M2, M3. നിക്കോട്ടിനിക് വന്നിട്ട് NM ഉം NN. ആക്ഷൻസ് വരുമ്പോൾ യൂഷ്വലി കോൺട്രാക്റ്റീവ് ആക്ഷൻസ് ആണ് വരുന്നത്. അതായത് മസിൽ ആണെങ്കിൽ കോൺട്രാക്ട് ചെയ്യും, സെക്രീഷൻസ് ആണെങ്കിൽ എൻഹാൻസ് ചെയ്യും. നമ്മൾ ഓർത്ത് പഠിച്ച കോഡ് എന്തായിരുന്നു? സ്ലൂഡ്, സലൈവേഷൻ, സ്വെറ്റിംഗ്, ലാക്രിമേഷൻ, യൂറിനേഷൻ, ഡെഫിക്കേഷൻ, എക്സ്ക്രീഷൻ എല്ലാം എൻഹാൻസ് ചെയ്യും എന്ന് പറഞ്ഞു. ദെൻ ഹാർട്ടിന്റെ കേസിൽ നെഗറ്റീവ് ആക്ഷൻ ആണ്. അതായത് ഹാർട്ട് റേറ്റ് കുറയ്ക്കും, ഹാർട്ടിന്റെ കോൺട്രാക്ടിലിറ്റി കുറയ്ക്കും. ദെൻ ബ്ലഡ് വെസൽസിന്റെ കേസിലാണെങ്കിൽ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും ആൻഡ് ആസ് എ റിസൾട്ട് ബ്ലഡ് പ്രഷർ കുറയും. ദെൻ ഐ എന്തായിരുന്നു? ഐയും കോൺട്രാക്ഷൻ തന്നെയായിരുന്നു. ഐറിസ് കൺസ്ട്രിക്ട് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് മിയോസിസ്. അപ്പൊ ആ ഒരു മിയോസിസും മിഡ്രിയാറ്റിക്കും നമ്മൾ എങ്ങനെയാ പഠിച്ചേ? അഡ്രിനാലിൻ മിഡ്രിയാസിസ്, ദാറ്റ് ഇസ് ഡയലറ്റേഷൻ. അസറ്റൈൽ കോളിൻ മിയോസിസ്, ദാറ്റ് ഇസ് കൺസ്ട്രിക്ഷൻ ഓഫ് പ്യൂപ്പിൾ എന്ന് പഠിച്ചു അല്ലെ. ദെൻ നിക്കോട്ടിനിക് മസ്കാരനിക് റിസപ്റ്റേഴ്സിൽ നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ് വരുമ്പോൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലുള്ളതാണ് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സ്. മസ്കുലാർ ജംഗ്ഷനിലുള്ളതാണ്. സോ അവിടെയാണ് നമ്മുടെ മസിൽ കോൺട്രാക്ഷൻ, സ്കെൽറ്റൽ മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നത്. ദെൻ അതിനുശേഷമാണ് കോളിനർജിക് ഡ്രഗ്സിലേക്ക് പോയത്. കോളിനർജിക് ഡ്രഗ്സ് 2 ടൈപ്പ് ഉണ്ടായിരുന്നു. അസറ്റൈൽ കോളിന്റെ ആക്ഷനെ മിമിക് ചെയ്യുന്ന കോളിനർജിക് എഗോണിസ്റ്റും ഉണ്ട്. ദെൻ അസറ്റൈൽ കോളിന്റെ ആക്ഷനെ ഇൻക്രീസ് അവൈലബിലിറ്റി ഓഫ് അസറ്റൈൽ കോളിൻ വഴി ആക്ട് ചെയ്യുന്ന ആന്റി കോളിൻ എസ്റ്ററേസും ഉണ്ട്. അതിൽ കോളിനർജിക് എഗോണിസ്റ്റിലെ 2 ടൈപ്പില് കോളിൻ എസ്റ്റേഴ്സ്, അസറ്റൈൽ കോളിൻ, മെത്താകോളിൻ, കാർബക്കോൾ, ബെത്താനക്കോൾ, ആൽക്കലോയിഡ്സ്, പൈലോകാർപ്പിൻ, മിസ്കാരിൻ, എറക്കോളിൻ. അതിൽ കോളിൻ എസ്റ്റേഴ്സ് ആണ് നമ്മളത് പഠിച്ചത്. അസറ്റൈൽ കോളിന്റെ ആക്ഷൻസ് പഠിച്ചിരുന്നു. നമ്മുടെ റിസപ്റ്റേഴ്സ് പഠിച്ച ഒരാൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ അല്ലെ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതിനുശേഷം സ്പെസിഫിക് ആയിട്ടുള്ള അഡ്വേഴ്സ് എഫക്ട്സ്, സ്പെസിഫിക് അഡ്വേഴ്സ് എഫക്ട്സ് ഒന്നും തന്നെ വരുന്നില്ല. ബിക്കോസ് അസറ്റൈൽ കോളിൻ നമ്മൾ ക്ലിനിക്കലി യൂസ് ചെയ്യാറില്ല. അപ്പൊ ഇഫക്ട്സിന്റെ തന്നെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആണ് അഡ്വേഴ്സ് എഫക്ട്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ദെൻ യൂസസ് പറഞ്ഞു. അസറ്റൈൽ കോളിൻ യൂസ് ചെയ്യുന്നില്ല. മെത്താകോളിനും പണ്ട് യൂസ് ചെയ്തിരുന്നു ഫോർ പാരോക്സിസിമൽ സുപ്രാവെൻട്രിക്കുലർ ടാക്കികാർഡിയ. ഇനിയിപ്പോ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏതൊക്കെയായിരുന്നു? ബെത്താനക്കോളും കാർബക്കോളും ആയിരുന്നു. ബെത്താനക്കോൾ വന്നിട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂറിനറി റിട്ടൻഷന് കൊടുക്കുന്നു. ദെൻ കാർബക്കോൾ ഈ ഒരു യൂസിനും കൊടുക്കാറുണ്ട്. പ്ലസ് നമ്മുടെ ഓക്യുലാർ സർജറിക്ക് ശേഷം ഓക്യുലാർ സർജറിക്ക് അസോസിയേറ്റ് ചെയ്ത് മിയോസിസ് ഇൻഡ്യൂസ് ചെയ്യിക്കാനും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽക്കലോയിഡ്സ് പറഞ്ഞായിരുന്നല്ലോ, പൈലോകാർപ്പിൻ, അരക്കോളിൻ, മെസ്കാരിൻ, ഇതിനെ പറ്റിയും ഇതിന്റെ ആക്ഷൻസ് എന്താണ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്താണ് എല്ലാം നമുക്ക് അന്നേരം പഠിക്കാം. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് മെസ്കാരിനിക് നിക്കോട്ടിനിക് റിസപ്റ്റേഴ്സും അതിന്റെ ആക്ടിവിറ്റിയും പഠിച്ചിട്ട് വരിക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള ആക്ഷൻസ് വരുമ്പോൾ ഈസിലി നമുക്ക് റീകളക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.